റിപ്പോർട്ട് ചെയ്തു കൊടുക്കുമ്പോൾ രണ്ടാം തലമുറയിലുള്ള ആളുകൾ ഒന്നാം തലമുറക്കാരായ ധാരാളം ആളുകളിൽ നിന്ന് ഇത് മനസ്സിലാക്കുമ്പോൾ ഈ ഒന്നാം തലമുറയിലുള്ള ആളുകളുടെ എണ്ണത്തിന്റെ ആധിക്യം, ആ ആധിക്യം എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു നിലക്കും നബിയെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ബോധപൂർവമോ അല്ലെങ്കിൽ അബദ്ധവശാലോ ഒരു കളവാകാൻ, ഇല്ലാത്തതാവാൻ യാതൊരു നിർവാഹവുമില്ലാത്ത വിധം അംഗസംഖ്യ. മനസ്സിലാവണം, ശരിക്കും മനസ്സിലാക്കണം. എന്താണ് മുത്തവാത്തിറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒന്നാം തലമുറ റിപ്പോർട്ട് ചെയ്യുന്നു. ആർക്ക്? രണ്ടാം തലമുറയിലേക്ക്. രണ്ടാം തലമുറ മൂന്നാം തലമുറയിലേക്ക്. മൂന്നാം തലമുറ നാലാം തലമുറയിലേക്ക്. ഇങ്ങനെ കൈമാറപ്പെടുന്ന ആ നിവേദക തലമുറകൾ ഓരോ തലമുറയിലും, ഒന്നാം തലമുറയിലും രണ്ടാം തലമുറയിലും മൂന്നാം തലമുറയിലും അടുത്ത തലമുറയിലും, ഇങ്ങനെ ഓരോ തലമുറയിലും എത്രയോ അധികം ആളുകൾ ഉണ്ടാവുകയും അവരെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്ന ഈ ആശയം ഒരിക്കലും ഇല്ലാത്തതാവാൻ, അല്ലെങ്കിൽ നബിയുടെ പേരിൽ വ്യാജം ബോധപൂർവം ചമച്ചതാവാൻ, അതല്ലെങ്കിൽ അബദ്ധവശാൽ വ്യാജം ആയതാവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത വിധം അത്രയ്ക്കും ആളുകൾ ഒന്നിച്ചു ഓരോ തലമുറയിലും റിപ്പോർട്ട് ചെയ്തു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ സംബന്ധിച്ചാണ് മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയുക. ഈ നിബന്ധനകൾ പാലിക്കാത്ത, ഏതു നിബന്ധനകൾ? നബിയിൽ നിന്ന് കേട്ടത്, നബിയിൽ നിന്ന് കേട്ടവർ അല്ലെങ്കിൽ കണ്ടവർ അല്ലെങ്കിൽ നബിയെ സാക്ഷിയായവർ ധാരാളം പേരുണ്ടാവുക. ഒന്ന്, ഈ ധാരാളം പേര് അവർ കളവിന്റെ മേൽ യാദൃശ്ചികമായിട്ടോ ബോധപൂർവമായിട്ടോ ഒന്നിച്ചു വരാൻ ഒരു നിലക്കും സാധ്യതയില്ലാത്ത വിധം ധാരാളമാവുക. രണ്ട്, ഇങ്ങനെ നിവേദക പരമ്പരയിലുള്ള ഓരോ തലമുറയിലും ഇപ്രകാരം ഉണ്ടായിരിക്കുക. മൂന്ന്, ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ചുകൂടിയ ഈ മൂന്ന് നിബന്ധനകളും കണ്ടീഷൻസും സമ്മേളിച്ച ഹദീസുകളുണ്ട്. ആ ഹദീസിനൊരു ഉദാഹരണമാണ് മൻ കദബ അലിയ മുതഅമ്മിദൻ ഫൽയതബവ മഖഅദഹു മിനന്നാർ എന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെയുള്ള ഹദീസ്. എന്താണ് അതിന്റെ അർത്ഥം? എന്റെ പേരിൽ ആരെങ്കിലും ഒരു വ്യാജം പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നുള്ള സീറ്റ് തയ്യാറാക്കിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസ് നബിയിൽ നിന്ന് എത്രയോ സ്വഹാബിമാർ കേട്ടു, ആ സ്വഹാബിമാരിൽ നിന്ന് എത്രയോ താബിഈങ്ങൾ കേട്ടു, ആ താബിഈങ്ങളിൽ നിന്ന് എത്രയോ താബിഈങ്ങൾ കേട്ടു, അവരിൽ നിന്ന് എത്രയോ പിൻഗാമികൾ കേട്ടു. ഈ എത്രയോ എന്ന് പറയുന്ന അംഗസംഖ്യയുടെ വർധനവിന്റെ കണക്കെത്രയാണെന്ന് ചോദിച്ചാൽ ഒരു നിശ്ചിത സംഖ്യയിൽ പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. മറിച്ച് ഈ ഓരോ തലമുറയിലുള്ള അംഗങ്ങളുടെ ആധിക്യം എന്നുള്ളത് അവർ ബോധപൂർവമോ അബദ്ധവശാലോ നബിയിലേക്ക് ഒരു കള്ളം ചാർത്തുവാനുള്ള ഒരു സാധ്യതയും നിരീക്ഷകന്റെ മുമ്പിൽ വരാത്ത വിധം എണ്ണസംഖ്യ വർദ്ധിതമായത്. ഇത്തരം ഹദീസുകൾ, ആ ഹദീസുകൾ, ഇവയെ പറ്റിയാണ് മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയുന്നത്. ഈ നിബന്ധനകളിൽ നിന്ന് ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടു പോയ ഹദീസുകളെ സംബന്ധിച്ചാണ് ഖബർ വാഹിദ് എന്ന് പറയുക. അല്ലേ? ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ ബയ്യിനതു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസാണ്. അൽ ബയ്യിനതു അലൽ മുദ്ദഇ, വാദിയാണ് തെളിവ് പറയേണ്ടത്, നിഷേധിക്കുന്നവൻ എതിർ സത്യം ചെയ്താൽ മതി. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? ഇതിപ്പോ ഒരു ഖബർ വാഹിദാണെന്ന് നമുക്ക് അനുമാനിക്കാം. എങ്ങനെ? ഇത് നബിയിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ നിബന്ധനകൾ മുഴുവൻ മേളിച്ച അത്രയ്ക്കും സ്വഹാബിമാരുടെ റിപ്പോർട്ടിങ്ങിലില്ല, അതുപോലെ അത്രയ്ക്കും താബിഈങ്ങളുടെ റിപ്പോർട്ടിങ്ങിലില്ല, അതുപോലെ അത്രയ്ക്കും താബിഉത്താബിഈങ്ങളുടെ റിപ്പോർട്ടിങ്ങിലുമില്ല, അതുപോലെ തുടർന്നുള്ളവരുടെ റിപ്പോർട്ടിങ്ങിലും ഇല്ല. ഇല്ലാത്ത വിധം പിൽക്കാല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസിന്റെ ഒരു ഉദാഹരണം, ഒരു സാമ്പിൾ ആണത്. ആ നിലക്ക് പ്രസ്തുത ഹദീസ് ഖബർ വാഹിദാണ്. ഒരുപക്ഷെ നബിയിൽ നിന്ന് ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ടാവും, അവരിൽ നിന്ന് ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ടാവും, അവരിൽ നിന്ന് ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ കദിബ് നമ്മുടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോൾ കളവാവാനുള്ള, വ്യാജമാവാനുള്ള, എല്ലാ വ്യാജം അല്ല എന്ന് ഉറപ്പീകരിക്കാനുള്ള എല്ലാ അർത്ഥത്തിലും ഉറപ്പാക്കാനുള്ള വിധം ധാരാളിത്തം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തായിരിക്കും, മൂന്നോ നാലോ ആളുകളായിരിക്കും റിപ്പോർട്ടേഴ്സ് ഉണ്ടാകുക.
അങ്ങനെ ഓരോ തലമുറയിലും അത്രമാത്രം ആളുകൾ. ചിലപ്പോൾ ഒരാൾ വീതം മാത്രമാണ് ഉണ്ടായിരിക്കുക, ചിലപ്പോൾ 2 ആളുകൾ വീതമാണ് ഉണ്ടാവുക, ചിലപ്പോൾ 3 ആളുകൾ വീതമാണ് ഉണ്ടാവുക, ചിലപ്പോൾ 1-ാം തലമുറയിൽ 10 ഉണ്ടാവും, പക്ഷെ 2-ാം തലമുറയിൽ 1 ഉണ്ടാവുള്ളൂ, 3-ാം തലമുറയിൽ 4 ഉണ്ടാവും, പക്ഷെ 4-ാം തലമുറയിൽ 1 ഉണ്ടാവുള്ളൂ. ഇவ்விധമായിട്ടുള്ള ഹദീസുകളെ സംബന്ധിച്ചാണ് ഖബർ വാഹിദുകൾ എന്ന് പറയുക. ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ ഹദീസ് എന്ന് പറയുന്നത് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നീ 4 ഇസ്ലാമിക പ്രമാണങ്ങൾ. 4 ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ മുജ്തഹിദുകളായ ഇമാമുമാരാണ് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മതവിധികൾ പറയേണ്ടത്. അല്ലാതെ വിവരം കെട്ട സാധാരണക്കാര് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് മതവിധി പറയാനുള്ള ഒരു കീർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല, തക്ലീഫ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തക്ലീഫില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ റിസാലയിൽ പറയുന്നുണ്ട്, ഇൽമ് 2 തരമുണ്ട്. അൽ ഇൽമു ഇൽമാനി, അറിവ് 2 തരമുണ്ട്. ഒന്ന് പബ്ലിക് ആയിട്ടുള്ള മുഴുവൻ ജനറൽ ആയിട്ട് എല്ലാ ആളുകളും ഒരുപോലെ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ. ഉദാഹരണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശ്വാസങ്ങൾ, മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ, നബിമാരെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ, ഖദറിലെ വിശ്വാസങ്ങൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇസ്ലാം കാര്യങ്ങൾ, അതുപോലെ തന്നെ വ്യഭിചാരം നിഷിദ്ധമാണ്, കള്ളുകുടി നിഷിദ്ധമാണ്, പലിശ നിഷിദ്ധമാണ്, മാതാപിതാക്കളെ ധിക്കരിക്കൽ നിഷിദ്ധമാണ്, ഗുരുവര്യന്മാരെ അപഹസിക്കൽ നിഷിദ്ധമാണ്, അംറു ബിൽ മഅറൂഫ് നിർബന്ധമാണ്, ഇത്യാദിയുള്ള മതവിധികളും വിശ്വാസകാര്യങ്ങളും ഈ വിഷയത്തിൽ പണ്ഡിതരെന്നോ സാധാരണക്കാരെന്നോ വിവേചനമില്ല. അത് ആമത്തുന്നാസിന്റെ മേൽ, മുഴുവൻ ജനങ്ങൾക്കുമേൽ ഒരുപോലെ ബാധകമാക്കപ്പെട്ട ഇസ്ലാമിന്റെ തത്വങ്ങളാണ്, ഇസ്ലാമിന്റെ വിധിവിലക്കുകളാണ്. അതിൽ വിശ്വാസകാര്യങ്ങളുണ്ട്, കർമ്മകാര്യങ്ങളുണ്ട്, അടിസ്ഥാന കാര്യങ്ങളുണ്ട്, അഥവാ മൗലികങ്ങളുണ്ട്, അതുപോലെ തന്നെ ശാഖകളുമുണ്ട്. അസ്ലിയായ കാര്യങ്ങളുമുണ്ട്, ശാഖാപരമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാ ആളുകൾക്കും എല്ലാവർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് പണ്ഡിതനെന്നോ പാമരനെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇപ്പൊ നിസ്കാരം 5 നേരം നിർബന്ധമാണ്. ദുഹൂർ നിസ്കാരം 4 റക്അത്താണ്, മഗ്രിബിന് 3 റക്അത്തേ ഉള്ളൂ, സുബ്ഹിക്ക് 2 റക്അത്താണ്. ഇതൊക്കെ ഇപ്പോ സമസ്തയുടെ പ്രസിഡന്റിന് മാത്രം അറിഞ്ഞാൽ പോരാ, ജനറൽ സെക്രട്ടറിക്ക് മാത്രം അറിഞ്ഞാൽ പോരാ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ കൈക്കോട്ട് കളക്കാൻ വേണ്ടി പോകുന്ന കിതാബൊന്നും ഓതി പഠിക്കാത്ത ആളുകൾക്ക് വരെ അറിയേണ്ടുന്ന പ്രാഥമിക ജ്ഞാനങ്ങളാണ്, അവ്വലിയാത്തുകളാണ്, അഥവാ പ്രാഥമികമായ തത്വങ്ങളാണ്. ഇത്തരം തത്വങ്ങളിൽ ആർക്കും വിട്ടുവീഴ്ചയില്ല, ഒഴിവ് കഴിവില്ല, ഒഴിഞ്ഞു മാറാനുള്ള പഴുതില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ റിസാലയിൽ അത് അടിവരട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇബാറത്തോട് വായിക്കുന്നില്ല, ഇബാറത്ത് വായിച്ചുകൊണ്ട് കുറെ അറബി ചേർത്തുകൊണ്ട് അതിനർത്ഥം വെച്ചുകൊണ്ട് സംസാരം ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ സമയത്ത് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? മറ്റു ചില വിഷയങ്ങളുണ്ട്, അത്തരം വിഷയങ്ങൾ അത് പ്രത്യേകക്കാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ അതിനുവേണ്ടി സമുദായം പണം കൊടുത്തിട്ടും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുക്കിയിട്ടും മറ്റു കാര്യങ്ങൾ സംവിധാനിച്ചിട്ടും അതിനൊരു പറ്റം ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളത് സമുദായത്തിന്റെ പൊതു ബാധ്യതയാണ്. ആ പൊതുബാധ്യതയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പണ്ഡിത വ്യൂഹം അഥവാ പണ്ഡിത വിഭാഗം, ആ വിഭാഗമാണ് മറ്റു കാര്യങ്ങൾ അഥവാ കുറച്ചും കൂടി ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതും അത് നിലനിർത്തേണ്ടതും അങ്ങനെ ദീനിന്റെ വിധിവിലക്കുകൾ അഖിലവും ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കേണ്ടുന്നതും പണ്ഡിത വിഭാഗമാണ്, അഥവാ ഖാസത്തുന്നാസാണ് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ റിസാലയിൽ പല സ്ഥലത്തായിട്ട് ഉച്ചസ്ഥരം മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ എന്നതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസുകൾ എന്ന് പറയുന്നത് അവ നോക്കിയിട്ട് മസ്അലകൾ പറയേണ്ടതും അവയിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അഥവാ ഇസ്ലാമിന്റെ മതവിധികൾ കണ്ടെത്തുന്ന സ്രോതസ്സുകളെ പറ്റിയാണ് പ്രമാണങ്ങൾ എന്ന് പറയുക. ആ പ്രമാണങ്ങൾ മനനം ചെയ്തുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് മതവിധികൾ ക്രോഡീകരിക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അധികാരവും അത് പണ്ഡിതന്മാർക്കാണ്. പണ്ഡിതന്മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ച് നിങ്ങൾ പണ്ഡിതനെന്ന് ഒരിക്കലും വിശേഷിപ്പിക്കും. ഞാൻ ഈ പറഞ്ഞ പണ്ഡിത വിഭാഗത്തിൽ ഞാനൊന്നും ഉൾപ്പെടുകയില്ല. ഇവിടെ നമ്മൾക്ക് സെയിമാണ്. ഇമാം ഷാഫിയെ പോലെയുള്ള, അബൂ ഹനീഫയെ പോലെയുള്ള, അഹ്മദ് ബിൻ ഹംബലിനെ പോലെ അഗ്രേസ്യരായ ലോകോത്തര പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് ഇവിടെ പണ്ഡിതന്മാർ എന്നതുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പണ്ഡിതന്മാർ അവരാണ് പ്രമാണങ്ങളെ സമീപിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും മതവിധികളെ കണ്ടെത്തേണ്ടതും ക്രോഡീകരിക്കേണ്ടതും. ആ കണ്ടെത്തിയ മതവിധികളെ അവലംബിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകൾക്കുള്ള ബാധ്യത. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രമാണം എന്ന് പറയുന്നത് സ്രോതസ്സുകളിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ അവലംബിക്കുക എന്നുള്ളതാണ്. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് റസൂലും
പഠിപ്പിച്ചതാണ്, വിശുദ്ധ ഖുർആനും വ്യക്തമായി പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു, സൂറത്തുൻ നഹ്ലിലും പറഞ്ഞു. എന്താ പറഞ്ഞത്? സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിന്നെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അറിവില്ലാത്ത ആളുകൾ അറിവുള്ളവരെ അവലംബിക്കുക. അത് സൂറത്തുൻ നഹ്ലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഖുർആനും ഹദീസും നേരിട്ട് വിശകലനം ചെയ്തുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ട് മസല പറയണം, പണ്ഡിതന്മാരെ അംഗീകരിക്കരുത്, അനുധാവനം ചെയ്യരുത്, അവലംബിക്കരുതെന്ന് പറയുന്ന മുജാഹിദുകൾ വരെ ഞാൻ ഈ പറഞ്ഞ ആശയത്തിൽ അവർ വാക്കുകളെ കൊണ്ട് എതിരാണെങ്കിലും പ്രവർത്തനത്തിൽ അവർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജീവിക്കുന്നത്. ഈ പറഞ്ഞ മുജാഹിദുകൾക്കൊന്നും ഒരു ഹദീസ് വെച്ച് കണ്ടൊരു മസലയും പറയാൻ കഴിയൂല. മാലിക് ദീനാറും കൂട്ടരും കേരളത്തിൽ ഇസ്ലാം മതം കൊണ്ടുവന്നു. ഇവിടെ നിസ്കാരം നോമ്പൊക്കെ ഈ തദ്ദേശീയരായ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു. ആ മഹാമനീഷികളെ സൽക്കരിച്ചുകൊണ്ട്, അവർക്ക് ഭൂമി ഒരുക്കി കൊടുത്തുകൊണ്ട്, അവർക്ക് ജീവിക്കുവാനുള്ള മണ്ണൊരുക്കി കൊടുത്തുകൊണ്ട് ഈ നാട്ടുകാരായ ഇവിടുത്തെ തദ്ദേശീയരായ നമ്മുടെ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ആ മാതൃകാ മനീഷികളുടെ ജീവിതത്തിന്റെ മാതൃക കണ്ടുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് വന്നു. അവർ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അവര് എങ്ങനെയാണ് ഞങ്ങൾ നിസ്കരിക്കേണ്ടത്? മാലിക്കുദ്ദീനാറും കൂട്ടരും അവർക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അവരാരെങ്കിലും പറഞ്ഞോ, നിങ്ങൾ ഈ പഠിപ്പിച്ച നിസ്കാരം നിങ്ങളെ അവലംബിച്ചുകൊണ്ട് ഞങ്ങൾ നിസ്കരിക്കൂല, മറിച്ച് നിങ്ങൾ ഏതൊരു റസൂലിൽ നിന്നാണോ ഖുർആനും ഹദീസും വരിച്ച ആ ഖുർആനും ഹദീസും ഞങ്ങളൊന്ന് പഠിക്കട്ടെ. അത് പഠിക്കാൻ ചിലപ്പോൾ കാലങ്ങളോളം പിടിക്കും. കാരണം ഇവിടുത്തെ തദ്ദേശീയരായ ഹിന്ദുക്കൾക്ക് അറബി അറിയില്ലല്ലോ. അപ്പൊ അറബിയുടെ ABCD ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം, അരിഫ്ബാത്ത ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം, പിന്നെ ഓരോ പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം, പിന്നെ പദാനുപദ പരിഭാഷകൾ പഠിപ്പിച്ചു കൊടുക്കണം, പിന്നെ അതിന്റെ കോൺവെർസേഷൻ പഠിപ്പിച്ചു കൊടുക്കണം, പിന്നീട് അതിന്റെ പദഘടനകൾ പഠിപ്പിച്ചു കൊടുക്കണം, പിന്നീട് അത് ഒരു ജുംലയാകുമ്പോൾ, ഒരു വാക്യമാകുമ്പോൾ, ഒരു സെന്റൻസ് ആകുമ്പോൾ, ഒരു പാരഗ്രാഫ് ആകുമ്പോൾ, ഒരു എസ്സേ ആകുമ്പോൾ, ഒരു അധ്യായമാകുമ്പോൾ ഉണ്ടാകുന്ന ആശയങ്ങളും ആശയ വ്യതിയാനങ്ങളും അർത്ഥങ്ങളും അർത്ഥവൈപുല്യങ്ങളും മനസ്സിലാക്കി വെക്കണം. അങ്ങനെ ഖുർആനും ഹദീസും അതിന്റെ വ്യാകരണ നിയമങ്ങളും അതിന്റെ സാഹിത്യങ്ങളും അതിന്റെ എല്ലാം അല്ലെ, അറബി ഭാഷയുടെ ശാഖകൾ എന്ന് പറഞ്ഞാൽ 12 ശാഖകളുണ്ടെന്നാ. ഈ 12 ശാഖകളും സമഗ്രത ലഭിക്കുമ്പോൾ മാത്രമേ ഖുർആനും ഹദീസും സമഗ്രമായിട്ട് സമീപിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ സമീപിച്ചുകൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെത്തിയിട്ട് മാത്രം ഞങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇസ്ലാമത പ്രചരിക്കുമോ? കേരളത്തിൽ ഇസ്ലാമത പ്രചരിക്കുമോ? തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ? റഷ്യയിൽ പറ്റുമോ? അമേരിക്കയിൽ പറ്റുമോ? ഓസ്ട്രേലിയയിൽ പറ്റുമോ? ശ്രീലങ്കയിൽ പറ്റുമോ? ഡെൻമാർക്കിൽ പറ്റുമോ? എവിടെ പറ്റുക? തോന്നിവാസമല്ലേ വഹാബികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ അവലംബിക്കാൻ പറ്റൂല, ഖുർആൻ ഹദീസ് നേർക്കുനേരെയാണ് ഞങ്ങൾ സമീപിക്കുന്നത് എന്ന് പറയുന്നതിലുള്ള നിരർത്ഥകത സ്വന്തം ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ശരിക്കും വഹാബികൾ. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. അതാണ് അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ ഗുരുതരമായ ഭവിഷ്യത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സത്യം മനസ്സിലാക്കാനുള്ള ഒരു ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമ്മൾ ദുആ ചെയ്യുകയാണ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? മുറു ഔലാദക്കും ബിസ്സലാത്തി ഇദാ ബലഗു 7 സിനീന വഇദാ ബലഗു 10 സിനീന ഫദ്രിബൂഹും അലൈഹാ ഔ കമാ ഖാൽ. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ മക്കൾ 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കണം. ഇവിടെ കുട്ടി ചോദിക്കാണ്, ഉമ്മാ ബാപ്പ നിങ്ങൾ എന്നോട് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു, എങ്ങനെ നിസ്കരിക്കേണ്ടത്? നിങ്ങൾ നിസ്കരിച്ച് കാണിച്ചു തരുന്നു. എന്താണ് അതിന്റെ തെളിവ്? ഞാൻ ഖുർആനും ഹദീസും പഠിച്ചിട്ട്, അതിന് പഠിക്കാൻ ഞാൻ ആദ്യം മദ്രസ പഠിക്കണം, പിന്നെ പള്ളി ദർസിൽ പോകണം, പിന്നെ അറബി കോളേജിൽ പോകണം, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പോകണം, ബിരുദമെടുക്കണം, ഗവേഷണം ചെയ്യണം, കാത്തു നിൽക്കണം. അപ്പോഴത്തേക്ക് എന്റെ ബാല്യകാലം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യൗവനത്തിന്റെ അവസാന ദശയിലേക്കെങ്കിലും എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തട്ടെ, എന്നിട്ട് വേണമെങ്കിൽ നോക്കാം എന്ന ഒരു പ്രതികരണം നമ്മുടെ മക്കളിൽ നിന്നുണ്ടായാൽ എന്താണ് നമ്മുടെ ദീനുൽ ഇസ്ലാമിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ മുജാഹിദുകൾ പറയുന്നത് തനി വങ്കത്വവും ഇസ്ലാം ദീനിനെ സംബന്ധിച്ചുള്ള വിവരക്കേടിന്റെ ജീവിക്കുന്ന അടയാളവുമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട ഓരോ ശ്രോതാവും മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട ഓരോ സുഹൃത്തും മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ആയത്താണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. എന്താ ഡൗട്ട്സ് ചോദിക്കാമോ എന്ന് മുരളി സാർ ചോദിക്കുന്നുണ്ട്. ചോദിക്കാം എന്നാണല്ലോ നേരത്തെ ഉൽഫൈസ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ സമയം കഴിയട്ടെ എന്നിട്ട്, കാരണം അതിന്റെ അടിയിൽ ചോദിച്ചാൽ പിന്നെ അത് മറ്റൊരു വിഷയം മാറും. അവിടെ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഈ സമുദായത്തിലേക്ക് അള്ളാഹു അയച്ചു, ജനങ്ങളിലേക്ക് അയച്ചു. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്നു. കിതാബും ഹിക്മത്തും അവരെ പഠിപ്പിക്കുന്നു. വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മ, ഗ്രന്ഥവും ഹിക്മത്തും ജനങ്ങളെ പഠിപ്പിക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. സൂറത്തുൽ അഹ്സാബിന്റെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഗ്രന്ഥം ഇവിടെ പഠിപ്പിച്ചു, ഹിക്മത്തും പഠിപ്പിച്ചു. എന്താണ് ഹിക്മത്ത്? എന്താണ് ഈ ആയത്തുകളിൽ അഖിലം പ്രതിപാദിച്ച ഹിക്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 129-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ ബഖറയുടെ തന്നെ 151-ാമത്തെ ആയത്തിൽ, അതുപോലെ തന്നെ സൂറത്തു ആലി ഇമ്രാനിന്റെ 164-ാമത്തെ ആയത്തിൽ, അതുപോലെ തന്നെ സൂറത്തുൽ ജുമുഅയുടെ 2-ാമത്തെ ആയത്തിൽ, അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ തന്നെ 231-ാമത്തെ ആയത്തിൽ, അതുപോലെ തന്നെ സൂറത്തുൽ നിസാഇന്റെ 113-ാമത്തെ ആയത്തിൽ, അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിന്റെ 34-ാമത്തെ ആയത്തിലൊക്കെ കിതാബിന്റെ കൂടെ പറഞ്ഞ ഹിക്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ്? മഹാനായിരിക്കുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തന്റെ റിസാലയുടെ തുടക്കത്തിൽ പറയുകയാണ്, ഫദക്കറല്ലാഹുൽ കിതാബ്, അല്ലാഹു ഇവിടെ ഗ്രന്ഥത്തെ പറ്റി പറഞ്ഞു, വഹുവൽ ഖുർആൻ, അതാണ് ഖുർആൻ, വദക്കറൽ ഹിക്മത, ഹിക്മത്തിനെ പറ്റിയും പറഞ്ഞു. എന്താണ് ഹിക്മത്ത്? ഫസമിഅതു മൻ അർളാ മിൻ അഹ്ലിൽ ഇൽമി ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് അറിവുള്ള പണ്ഡിതന്മാർ, എനിക്ക് അംഗീകാരമുള്ള പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. യഖൂൽ അൽ ഹിക്മത്തു സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്ത് എന്ന് പറയുന്നത്, അല്ല ഹിക്മത്ത് എന്ന് പറയുന്നത് നബിചര്യയാകുന്നു, നബിയുടെ സുന്നത്താകുന്നു. അപ്പൊ ഈ സുന്നത്ത് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ, ഇസ്ലാമിലെ ഏറ്റവും ശക്തമായ ഒരു പ്രമാണമാണ്. ചേകനൂർ മൗലവി ഈ പ്രമാണത്തെയാണല്ലോ തിരസ്കരിച്ചത്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പേരിട്ടുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടന ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. അവരുടെ പ്രധാന വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം ഹദീസുകളുടെ ബഹുഭൂരിപക്ഷത്തെയും തിരസ്കരിക്കുന്നതായിരുന്നു. ഒക്കെ തള്ളി, മിക്ക ബുഖാരിയിലെയും മുസ്ലിമിലെയും മിക്ക ഹദീസുകളെയും തള്ളി. ഖുർആൻ മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാദക്കാരനായതുകൊണ്ടാണല്ലോ ചേകനൂർ മൗലവി സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അതിനെ വിഭജിക്കുമ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മുത്തവാത്തിറായ ഹദീസ്, രണ്ടാമത്തെ ഹദീസാണ് ഖബർ വാഹിദായ ഹദീസ്. മുത്തവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബിയിൽ നിന്ന് ഒന്നാം തലമുറയും രണ്ടാം തലമുറയും തുടർന്നുള്ള ഓരോ ജനറേഷൻസും, നിവേദക പരമ്പരയിലുള്ള ഓരോ കണ്ണിയും അനേകമനേകം ആളുകൾ ഉള്ളതും അനേകമനേകം ആളുകൾ ഒരുമിച്ച് കൂടിയതും, അവരെല്ലാവരും തന്നെ ഒരു കളവിന്റെ മേൽ അല്ലെങ്കിൽ നബിയുടെ മേൽ വ്യാജം പറയുന്നതിന്റെ മേൽ യാദൃശ്ചികമായിട്ടോ അതല്ലെങ്കിൽ അബദ്ധവശാലോ, തവാത്തു ഔ തവാഫുഖ്, രണ്ട് പ്രയോഗവും ഇമാമുമാർ നടത്തുന്നുണ്ട്. ഇவ்விധം ഒരുമിച്ച് കൂടൽ അസാധ്യമായ വിധം എണ്ണം അധികരിച്ച ആളുകളുടെ റിപ്പോർട്ടിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഹദീസുകൾ. ഈ ഹദീസുകളെ സംബന്ധിച്ചാണ് സഹോദരങ്ങളെ ഖബർ മുത്തവാത്തിർ എന്ന് പറയുന്നത്. ഈ ഖബർ മുത്തവാത്തിർ അതിന്റെ പ്രത്യേകത എന്താണ്? ഖബർ മുത്തവാത്തിർ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും പ്രത്യേക ഗുണങ്ങളൊന്നും വേണമെന്നില്ല, മുസ്ലിമായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസിയായിക്കൊള്ളുന്നില്ല. ഇനി ഒരു അവിശ്വാസികളുടെ കൂട്ടായ്മയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ ഇന്ന് 12 മണിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് പെരിന്തൽമണ്ണയുടെ 2 കിലോമീറ്റർ ഇപ്പുറത്തു നിന്ന് സംസാരിക്കുന്ന എന്നോട് കുറെ അമുസ്ലിം സഹോദരങ്ങൾ വന്നിട്ട്, അല്ലെങ്കിൽ കുറെ വനിതകൾ വന്നിട്ട്, അതല്ലെങ്കിൽ കുറെ അടിമകൾ വന്നിട്ട്, അല്ലെങ്കിൽ കുറെ കുട്ടികൾ വന്നിട്ട് എന്നോട് പറയാണ്, എന്താ പറയുന്നത്, ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എനിക്കത് 100% ഞാനത് ഉറപ്പാക്കും. ഒരു 10-100 ആളുകൾ എന്റെ അടുക്കലൊന്നും ഒന്ന് പറയാൻ, ഇത്രയും ആൾക്കാർ എന്നോട് നുണ പറയാന്നുള്ളത് ഒരിക്കലും നടക്കൂല. ഇത്രയും ആളുകൾ എന്നോട് നുണ പറയുക എന്നുള്ളത് ഒരിക്കലും നടക്കൂല. അவ்விധത്തിലുള്ള എണ്ണത്തിന്റെ വർധനവ് കൊണ്ട് ശക്തിപ്പെടുത്തപ്പെട്ട, ഓരോ തലമുറയിലും ശക്തിപ്പെടുത്തപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ചാണ് മുത്തവാത്തിറായ ഹദീസുകൾ എന്ന് പറയുക. അതേസമയത്ത് ഖബർ വാഹിദ് എന്ന് പറയുന്നതോ ഈ പറഞ്ഞ നിബന്ധനകൾ പാലിക്കാത്തതാണ്.
മുതവാത്തിറായ ഹദീസും ഖബർ വാഹിദായ ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുതവാത്തിറായ ഹദീസുകളാകുമ്പോൾ അത് കൊണ്ട് കിട്ടുന്ന ആശയം നമുക്ക് ദൃഢജ്ഞാനം പകർന്നു തരുന്നു എന്നാണ്. ദൃഢജ്ഞാനം അഥവാ ഇൽമു യഖീനി എന്നാണ് അതിന് പറയാ. ഇൽമു യഖീനി, ഇൽമു യഖീനിയായ ദൃഢജ്ഞാനം പ്രദാനം ചെയ്യുന്ന ആശയങ്ങളാണ് ഇസ്ലാമിന്റെ ബേസിക്കായ തത്വങ്ങൾ എന്ന് പറയുന്നത്. ബേസിക്കായ തത്വങ്ങൾ, ഇസ്ലാമിന്റെ ബേസിക്കായ തത്വങ്ങൾ എന്ന് പറയുന്നത് അത് വിശ്വാസ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കർമ്മപരമായ കാര്യങ്ങളിലും ഇസ്ലാമിന്റെ ഇങ്ങനെയുള്ള ദൃഢജ്ഞാനങ്ങളുണ്ട്. ഇതിൽ നിന്ന് വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റിയാണ് അഖീദകൾ എന്ന് പറയുക. മനസ്സിലാവുണ്ടോ? ഇതൊന്നും മുജാഹിദുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഈ വിഷയത്തിലാണ് ഇന്ന് മുജാഹിദുകൾ കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസത്തിന്റെ ആദ്യ പത്തിൽ നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് സ്ഥിതി ചെയ്യുന്ന നന്ദി പ്രദേശത്ത് വെച്ചുകൊണ്ട് 2 സംവാദങ്ങൾ നടന്നു. ആ സംവാദങ്ങളിൽ ജിന്നു വിഭാഗം മുജാഹിദുകളും അതുപോലെ തന്നെ ഹദീസു നിഷേധികളായ മടവൂരി മുജാഹിദുകളും, ഈ 2 മുജാഹിദുകൾ, അവരെ പറ്റി അഖലാനികൾ എന്നാണ് മറുചേരികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഖലാനികളായ മടവൂരികളും ജിന്നുവാദികളായ ജിന്നൂരികളും തമ്മിൽ നടന്ന സംവാദത്തിൽ ജിന്നി വിഭാഗം പറഞ്ഞ അവർക്ക് മടവൂരികൾക്കെതിരിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്താണ്? നിങ്ങൾ ഖബർ വാഹിദുകളെ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റുന്നതല്ല എന്ന വാദക്കാരാണ്. നിങ്ങൾ ഖബർ വാഹിദുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റുന്നതല്ല എന്ന വാദക്കാരാണ്. ഈ വാദം അനിസ്ലാമികമാണ്. ഈ വാദം എന്ന് പറയുന്നത് കേരളത്തിലുള്ള സമസ്തക്കാരുടെ വാദമാണ്. ഈ വാദം എന്ന് പറയുന്നത് ഇൽമുൽ കലാം എന്ന് പറയുന്ന പിഴച്ച വിജ്ഞാനശാഖക്കാരായ ആളുകളുടെ വാദമാണ്. ഈ വാദം എന്ന് പറയുന്നത് മുഅ്തസിലികൾ എന്ന് പറയുന്ന ഇസ്ലാമിലെ യുക്തിവാദികളുടെ വാദമാണ്. ഈ വാദം എന്ന് പറയുന്നത് അശ്അരികൾ എന്ന് പറയുന്ന ഇസ്ലാമിലുള്ള പിഴച്ച വക്താക്കളുടെ വാദമാണ്. ഇങ്ങനെയൊക്കെയാണ് അവിടെ നന്ദി പ്രദേശത്ത് നടന്ന സംവാദത്തിൽ ജിന്നി വിഭാഗം ആരോപിച്ചത്. അതുകൊണ്ട് സമസ്തക്കാരാകുന്ന പിഴച്ച വിഭാഗം, അശ്അരികളാകുന്ന പിഴച്ച വിഭാഗം, മുഅ്തസിലികളാകുന്ന പിഴച്ച വിഭാഗം, ഇൽമുൽ കലാമാകുന്ന പിഴച്ച വിജ്ഞാന ശാഖയുടെ വക്താക്കൾ, ഇത്തരം ആളുകളുടെ വാദമാണ് ഈ ഖബർ വാഹിദായ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് ഉതകുന്നതല്ല എന്നും ഒന്നുകിൽ ഖുർആനിന്റെ വ്യക്തമായ സൂക്തങ്ങൾ, അതല്ലെങ്കിൽ മുതവാത്തിറായ ഹദീസുകൾ, അതുമല്ലെങ്കിൽ സമുദായത്തിന്റെ ഒന്നടങ്കമുള്ള നിലപാടുകൾ, ഇവ കൊണ്ടല്ലാതെ ഇസ്ലാമിന്റെ മൗലികങ്ങളായ അഥവാ ഉസൂലുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിന്റെ ബേസിക് അഥവാ ഇസ്ലാമിന്റെ മൗലിക തത്വങ്ങൾ, അതിനെന്താ പറയല്, അതിന് ഫണ്ടമെന്റലിസം എന്നോ എന്തോ പറയാറുണ്ട്. ഫണ്ടമെന്റലിസം എന്ന മൗലികവാദം എന്നല്ലേ. അപ്പൊ നമ്മളെ ഭരണഘടനയ്ക്ക് ഒരു മൗലിക തത്വങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, അങ്ങനെ പല പല വകുപ്പുകളാണല്ലോ. മൗലിക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ എല്ലാ വകുപ്പുകളിലും അവ ചൂഴ്ന്നു നിന്നുകൊണ്ടിരിക്കും. മൗലിക തത്വങ്ങളുടെ പ്രത്യേകത അതെയാണ്. മൗലിക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ഓരോ പൗരനിലും അവിടെ സംസ്ഥാനങ്ങളുടെ വിഭജനമില്ല, ലിംഗവിഭജനമില്ല, പ്രായവിഭജനമില്ല, അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക വിഭജനങ്ങളില്ല. ഇങ്ങനെ ഒരു വിഭജനമില്ലാത്ത ഇന്ത്യയിൽ 100 കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ 100 കോടി ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന നിയമവകുപ്പുകളെ സംബന്ധിച്ചാണല്ലോ മൗലികങ്ങൾ എന്ന് പറയുക. എന്നതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം മുതൽക്ക് അന്ത്യനാൾ വരേക്കുമുള്ള മുഴുവൻ ജനവിഭാഗത്തിനും മുഴുവൻ മനുഷ്യനും ഒരുപോലെ ബാധകമായ ഉസൂലുദ്ദീൻ അഥവാ ദീനിന്റെ അടിത്തറയെ സംബന്ധിച്ചാണ് അഖായിദുകൾ എന്ന് പറയുക. ഇത്തരത്തിലുള്ള അഖായിദുകൾ അവ ഒന്നുകിൽ ഖുർആനിന്റെ വ്യക്തത വരുത്തുന്ന സൂക്തങ്ങളെ കൊണ്ട് തെളിയിക്കപ്പെടണം, അതല്ലെങ്കിൽ മുതവാത്തിറായ നേരത്തെ പറഞ്ഞ ഹദീസുകളെ കൊണ്ട് തെളിയിക്കപ്പെടണം. ഈ മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയുമ്പോൾ തന്നെ 2 തരമുണ്ട്. ഒന്ന്, നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യം അത് ആ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ തലമുറയിലും അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതല്ലെങ്കിൽ ഒരു വിഷയം ഒരുപാട് ഖബർ വാഹിദുകളായ ഒരുപാട് മുതവാത്തിറല്ലാത്ത ഹദീസുകൾ ഒരു വിഷയത്തിൽ വന്നു. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടും, നേരത്തെ മുരളീസാരി പറഞ്ഞല്ലോ, ഖബറിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു വിശ്വാസമാണ്. പക്ഷെ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വിധം
ഒരു ഹദീസ് ഓരോ തലമുറയിലും എണ്ണിയാലൊടുങ്ങാത്ത ആളുകളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഖബറിൽ ഇന്നാലിന്ന ശിക്ഷകളൊക്കെ ഉണ്ട് എന്ന് വിശദീകരിക്കുന്ന ഒരുപാട് വ്യത്യസ്തങ്ങളായ ഖബർ വാഹിദുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ ഖബർ വാഹിദുകളെല്ലാം തന്നെ ഒരു മുതവാത്തിറായ ഹദീസിന്റെ സ്ഥാനത്ത് നിൽക്കും. അങ്ങനെയും ചില മുത്തവാത്തിറുകളുണ്ട്. ഇவ்விധത്തിലുള്ള മുത്തവാത്തിറുകൾ അഥവാ പ്രചാരം സിദ്ധിച്ച ഹദീസുകൾ, അത് നേർക്കുനേരെ പ്രചാരം സിദ്ധിച്ചതാവാം, പല ഖബർ വാഹിദുകളെ കൊണ്ട് ആശയപരമായിട്ട് പ്രചാരം സിദ്ധിച്ചതാവാം, ഇങ്ങനെ വാചികമായി പ്രചാരം സിദ്ധിച്ചതുമാവാം, അല്ലെങ്കിൽ ആശയപരമായി പ്രചാരം സിദ്ധിച്ചതുമാവാകുന്ന വിധത്തിലുള്ള മുത്തവാത്തിറായ ഹദീസുകൾ. അതുപോലെ തന്നെ സമുദായത്തിന്റെ ഒന്നടങ്കമുള്ള നിലപാടുകളെ കൊണ്ട് അംഗീകരിക്കപ്പെട്ട ആശയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അഖായിദുകൾ, ഇസ്ലാമിന്റെ മൗലിക തത്വങ്ങൾ സ്ഥിരപ്പെടുകയുള്ളൂ. മൗലിക തത്വങ്ങൾ സ്ഥിരപ്പെടുകയുള്ളൂ. അതേ സമയത്ത് ഖബർ വാഹിദ് എന്ന് പറയുന്ന ആ ഹദീസ്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളിപ്പോ ലിംഗം തൊട്ടാൽ ഒളു മുറിയും. ഇതിപ്പോ ഇസ്ലാമിന്റെ ഒരു വിശ്വാസ കാര്യമാണോ? അതൊരു കർമ്മപരമായ കാര്യം. ഒരാൾ തന്റെ മുൻകൈയിന്റെ പള്ള കൊണ്ട് അവനവന്റെ ലിംഗം തൊട്ടാൽ, മുൻകൈയിന്റെ പള്ള കൊണ്ട് അവനവന്റെ ലിംഗം തൊട്ടാൽ ഒളു മുറിയും. അതിപ്പോ ഒരു വിശ്വാസ തത്വമല്ല, അതൊരു കർമ്മപരമായ കാര്യമാണ്. ഒളു മുറിഞ്ഞാൽ ഒതുണ്ടാക്കി നിസ്കരിക്കണം, ഇത്ര മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ടൊരു അഖീദ സ്ഥിരപ്പെടുന്നില്ല ഈ വിഷയത്തിൽ. ഈ വിഷയം എന്ന് പറയുന്നത് ഒരു നിലക്കും ഇവിടെ പണ്ഡിത ലോകത്തിന് തർക്കമില്ലാത്തൊരു വിഷയമാണ്. പണ്ഡിത ലോകത്തിന് ഈ വിഷയത്തിൽ തർക്കമില്ല. അതേ സമയത്ത് വഹാബികൾ പറയുന്നത് ഇത് പിഴച്ചവാദമാണെന്നാണ്. പിഴച്ചവാദമാണെന്നാണ് വഹാബികൾ അവരുടെ സംവാദങ്ങളിൽ പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ ലേഖനങ്ങളിലും അവർ അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ളത് കെ സക്കരിയ സലാഹിയുടെ ഗൾഫ് സലഫികളും കേരളത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനം എന്നുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ഈ വാദം ഇവരിലേക്ക് സംപ്രേഷണം ചെയ്യപ്പെട്ടത് ഈ നാസിറുദ്ദീൻ അൽബാനി എന്ന് പറയുന്ന ഒരു പിഴച്ച പണ്ഡിതനുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഉണ്ടാക്കിയ അട്ടിമറികളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള വഹാബികളെ പിന്നെയും പിളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അൽബാനി എന്ന് പറയുന്ന നാസിറുദ്ദീൻ അൽബാനി, ഈ അൽബാനിയുടെ രചനകളെ അന്ധമായി ചുറ്റുപാടും നോക്കാതെ അനുകരിക്കുന്ന ഒരു പ്രവണത സമീപകാലത്ത് ചില മുജാഹിദ് മൗലവിമാരിൽ ഉടലെടുക്കുകയും അതിന്റെ ഏറ്റവും വലിയ ആൾരൂപമാണ് കെ സക്കരിയ സലാഹി. അപ്പൊ ഈ കെ സക്കരിയ സലാഹിയും അങ്ങനെയുള്ള ആളുകളും ഈ അൽബാനിയെ അന്ധമായിട്ട് പിൻപറ്റുന്നത് വഴിയുണ്ടായ ചില ആശയങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അഥവാ ഖബർ വാഹിദുകൾ എന്ന് പറയുന്ന, നമ്മൾ അതിനെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന് വേണമെങ്കിൽ, എനിക്കതിന്റെ മലയാളം ശരിക്കും പറയാൻ കിട്ടുന്നില്ല, പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാനൊരു അല്ലേ, എന്താ പറയുക, AP തൊട്ടാൽ മുറിയുമോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ ഇവിടെ വിഷയമല്ല. ഇവിടെ AP ചർച്ചയല്ല ഇപ്പൊ നടത്തുന്നത്. അപ്പോ എന്താ അവിടെ പറഞ്ഞത്, ഈ ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ വിരലിലെണ്ണാവുന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം ഹദീസുകളിൽ നിന്ന് ഇസ്ലാമിന്റെ മൗലിക തത്വങ്ങളായ അഖായിദുകൾ എന്താകുന്നില്ല, കണ്ടെത്തപ്പെടുന്നില്ല. ഇത് പിഴച്ച വാദമല്ല. എന്നാൽ ഈ സക്കരിയ സലാഹി എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇത് പിഴച്ച വാദമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പുസ്തകത്തിന്റെ 78ാമത്തെ പേജ് മുതൽക്ക് ഈ ചർച്ചയാണ്. ഇതിൽ അയാൾ പറയുന്നുണ്ട്, ഹിജ്റ 1-ാം നൂറ്റാണ്ടിന് ശേഷം രംഗത്ത് വന്ന മുഅ്തസിലി പണ്ഡിതന്മാരായ ചില മുതകല്ലിമുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസങ്ങളിൽ തർക്കശാസ്ത്രവും ഫിലോസഫിയും കടത്തിക്കൂട്ടിയ പണ്ഡിതന്മാരുടെ ദുർബലമായ വാദമാണിത്. അഹ്ലുസുന്നത്തിന്റെ ശത്രുക്കൾ തന്ത്രപൂർവ്വം ആവിഷ്കരിച്ച തലതിരിഞ്ഞ ഈ വാദം അംഗീകരിക്കുന്നവർ സലഫി മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് പറയാൻ 2 വട്ടം ആലോചിക്കേണ്ടതില്ല. നോക്കണം, ഇതാണ് മടവൂരികൾക്കെതിരിൽ ആരോപിക്കുന്നത്. മടവൂരികളെ, നിങ്ങളുടെ വാദം സമസ്തക്കാരുടെ വാദമാണ്, പിഴച്ച മുഅ്തസിലികളുടെ വാദമാണ്, പിഴച്ച അശ്അരികളുടെ വാദമാണ്, സമസ്തക്കാരുടെയും അശ്അരികളുടെയും മുഅ്തസിലികളുടെയും ഇൽമുൽ കലാമിന്റെയും വാദമാണ്. പിൽക്കാലത്ത് ചില ഉസൂലി പണ്ഡിതന്മാരും ഈ വാദഗതി ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി എന്നതിൽ എഴുതുകയാണ്. വീണ്ടും സക്കരിയ സലാഹി എഴുതുന്നു, സഹാബികൾക്കിടയിലോ തുടർന്ന് വന്ന സലഫ് സ്വാലികൾക്കിടയിലോ അഖീദക്ക് പറ്റുന്ന ഹദീസ്, പറ്റാത്ത ഹദീസ് എന്നിങ്ങനെ ഒരു വിഭജനം തന്നെ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഈ വാദഗതി തന്നെ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട നൂതനവാദമത്രേ. എന്നിട്ട് പിന്നെ അയാൾ ഇതാണ് ഖബർ വാഹിദായ ഹദീസുകൾ അഖീദയിലായാലും അഹ്കാമിലായാലും സ്വീകരിക്കണം എന്ന കാര്യത്തിലാണ് സമുദായത്തിൽ ഇജ്മാ ഉണ്ടായിട്ടുള്ളത്. ഈ വിഭജനം സമുദായത്തിന്റെ ഏകാഭിപ്രായം അനുസരിച്ചു തന്നെ നിരർത്ഥകമാണ്. എന്തെന്നാൽ ഇത്തരം ഹദീസുകളെ കർമ്മപരമായ കാര്യങ്ങളിൽ തെളിവാക്കുന്നത് പോലെ തന്നെ വിശ്വാസകാര്യങ്ങളിലും ഇന്നുവരെ സമുദായം തെളിവാക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇവരുടെ മുൻഗാമികൾ പിൽക്കാലക്കാരായ ചില മുതകല്ലിമുകൾ മാത്രമാണ്. അവരാകട്ടെ അല്ലാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങൾക്കോ സ്വഹാബികളുടെ വാക്കുകൾക്കോ യാതൊരു പരിഗണനയും നൽകാത്തവരും എന്ന് പറഞ്ഞിട്ട് ഇൽമുൽ കലാമിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. സത്യത്തിൽ എന്താണ് സഹോദരങ്ങളെ ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാമിന്റെ നല്ലത് മനസ്സിലാക്കുക, അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളെ നമുക്ക് വിശ്വാസശാസ്ത്രം, കർമ്മശാസ്ത്രം, അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രം, ഹദീസു ശാസ്ത്രം, ഇങ്ങനെ പല ശാസ്ത്രങ്ങളുണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ. ഖുർആൻ ശാസ്ത്രം, അതാണ് ഉലൂമുൽ ഖുർആൻ. ഖുർആൻ വ്യാഖ്യാന ശാസ്ത്രമുണ്ട്, അതാണ് ഇൽമു തഫ്സീർ. ഹദീസു ശാസ്ത്രമുണ്ട്, അതാണ് ഇൽമുൽ ഹദീസ്. ഹദീസ് വ്യാഖ്യാന ശാസ്ത്രമുണ്ട്, അതാണ് ശറഹുൽ ഹദീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹദീസിന്റെ നിദാന ശാസ്ത്രമുണ്ട്, അതാണ് ഉസൂലുൽ ഹദീസ്. അതേപോലെ തന്നെ കർമ്മശാസ്ത്രമുണ്ട്, അതാണ് ഇൽമുൽ ഫിഖ്. അതേപോലെ തന്നെ കർമ്മശാസ്ത്രത്തിന്റെ മാനദണ്ഡങ്ങൾ വിശദീകരിക്കുന്ന ശാസ്ത്രമുണ്ട്, അതാണ് ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിശ്വാസശാസ്ത്രത്തിന്റെ പേരാണ് എന്റെ സഹോദരങ്ങളെ ഇൽമുൽ കലാം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹുൽ മഖാസിദിലും ശറഹുൽ അഖായിദിലും ഒക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക നിയമങ്ങൾ രണ്ടു തരമുണ്ട്. ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ, മാ യുഖ്സദു ബിഹിൽ ഇഅ്തിഖാദ് ഫഖത്ത്, വിശ്വാസം ലക്ഷ്യമാക്കപ്പെട്ട കാര്യങ്ങൾ. ഏതുപോലെ അല്ലാഹു ഏകനാണ്, മുഹമ്മദ് നബി റസൂലാണ്, ഖബർ ശിക്ഷ സത്യമാണ്, പരലോകം യാഥാർത്ഥ്യമാണ്, സ്വർഗം ഉള്ളതാണ്, നരകം ഉള്ളതാണ്, മീസാൻ ഹക്കാണ്, അതുപോലെ നന്മതിന്മകൾ തൂക്കി നോക്കുന്നത് ഹക്കാണ്, വിചാരണ സത്യമാണ്, മലക്കുകൾ ഉള്ളവരാണ്, ഖദറുള്ള വിശ്വാസം യാഥാർത്ഥ്യമാണ് ഇത്യാദി വരിഞ്ഞു മുറുക്കി മനസ്സിനകത്ത് ബന്ധിപ്പിച്ചു നിർത്തേണ്ടുന്ന ആശയ സംഹിതകളെ സംബന്ധിച്ചാണ്, ഈ സംഹിതകളുടെ ക്രോഡീകൃത ശാസ്ത്രത്തിനെ സംബന്ധിച്ചാണ് ഇൽമുൽ കലാം എന്ന് പറയുന്നത്. ഇതിലെവിടെ ഇൽമുൽ കലാമിൽ എവിടെ പിഴവുള്ളത്? ഇൽമുൽ കലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട മുഅ്തസിലി വിഭാഗവും ഫലാസിഫ വിഭാഗവും ഉണ്ടായിട്ടുണ്ട്. അഥവാ ഗ്രീക്ക് തത്വശാസ്ത്രത്തെ ഇസ്ലാമിക വിശ്വാസശാസ്ത്രത്തിലേക്ക് കടത്തിക്കൂട്ടിയ നീചന്മാരുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. യുക്തിവാദം ഇസ്ലാമിക വിശ്വാസശാസ്ത്രത്തിൽ കടത്തിക്കൂട്ടിയ മുഅ്തസിലി നീചന്മാർ ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അക്കൂട്ടർ ക്രോഡീകരിച്ചൊരു ഇൽമുൽ കലാമുണ്ട്, വിശ്വാസശാസ്ത്രം. ആ വിശ്വാസശാസ്ത്രത്തെ അനുകരിച്ചു പോകരുത്, അവലംബിച്ചു പോകരുത് എന്ന് ഇമാമിന് ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭന്മാരായിരിക്കുന്ന ഇമാമുമാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊരിക്കലും തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇൽമുൽ കലാമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പറഞ്ഞ ഇൽമുൽ കലാം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗ്രീക്കു തത്വചിന്തകളെ തൊട്ടും അതുപോലെ തന്നെ യുക്തിവാദത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നും സംസ്കരിക്കപ്പെട്ട, എഡിറ്റ് ചെയ്യപ്പെട്ട, സൂക്ഷ്മമായിട്ട് അതിനെ കടഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥമായ നിഷ്കളങ്കമായ വിശ്വാസശാസ്ത്രമാണ്. ആ വിശ്വാസശാസ്ത്രത്തിന്റെ ക്രോഡീകർത്താക്കൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് സമ്മാനമായി നൽകിയ ഇമാം അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ്, ഇമാം അബൂ മൻസൂറുൽ മാതുരീദി റളിയല്ലാഹു അൻഹുമാണ്. ഈ രണ്ടു പേരുടെയും വൈജ്ഞാനികമായ പടയോട്ടത്തിനാൽ ക്രോഡീകരിക്കപ്പെട്ട വിശ്വാസശാസ്ത്രം എന്ന് പറയുന്നത് അവർ സ്വന്തം ചിന്തയിൽ നിന്ന് ആവിഷ്കരിച്ചവയല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലും തിരു സ്വഹാബത്തും ഇസ്ലാമികിന്റെ മൗലിക തത്വങ്ങളായിട്ട് എന്തൊക്കെയാണോ വിശ്വസിച്ചു പോന്നത്, അത് തലമുറകളായിട്ട് എന്തൊക്കെയാണോ വിശ്വാസയോഗ്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടതെങ്കിൽ അതിനെ ക്രോഡീകരിച്ചെടുക്കുക എന്നുള്ള ശ്രമകരമായ ഒരു ദൗത്യത്തിന്റെ ഫലമായിട്ടെന്നോണം ക്രോഡീകരിക്കപ്പെട്ട വിജ്ഞാനശാഖയെ സംബന്ധിച്ചാണ് ഇൽമുൽ കലാം എന്ന് നമ്മൾ പറയുന്നത്. ആ ഇൽമുൽ കലാമിനെ പിഴച്ച ശാസ്ത്രമായിട്ട് അവതരിപ്പിക്കുക വഴി ഇസ്ലാമിന്റെ മൗലിക തത്വത്തെ പിഴച്ച വാദമാക്കുകയാണ് ഇവിടെ വഹാബികൾ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ പേരിലാണ് ഇന്ന് വഹാബികൾ സ്റ്റേജിലും പേജിലും സംവാദങ്ങളിലും ഖണ്ഡനങ്ങളിലും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിഹത്യകളും ആശയഹത്യകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എന്റെ സഹോദരന്മാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ ഇത് വിസ്മരിക്കാൻ പാടില്ല. വഹാബികൾക്ക് എവിടെയാണ് അവരുടെ ഏറ്റുമുട്ടലിന്റെ നിജസ്ഥിതി, ഏതൊക്കെ രൂപത്തിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ശ്രോതാവും, അത് നിരീക്ഷകരാവട്ടെ, വീക്ഷിക്കുന്നവരാവട്ടെ, അകത്തുള്ളവരാവട്ടെ, പുറത്തുള്ളവരാവട്ടെ, എല്ലാവരും മനസ്സിലാക്കണം. തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. ഏതെങ്കിലും ആളുകളുടെ ഇസ്തിരിയിട്ട വാക്കുകളും ഇസ്തിരി ചുളിയാത്ത ചില വാദകോലാഹലങ്ങളും കേട്ടിട്ട് ഇതാണ് ഇസ്ലാം ദീനെന്ന് തെറ്റിദ്ധരിച്ചു പോയ പല ആളുകളുമുണ്ട്. അവരിൽ സംതൃപ്തി അടയുന്ന ആളുകളുണ്ട്. അവരിൽ ഒരു തരം കോൺഫിഡൻസ് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കണം, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മുജാഹിദ് വിഭാഗം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മൗലികമായ, അഥവാ അതിന്റെ അടിത്തറയായ, അതിന്റെ ബേസ്മെന്റായ വിശ്വാസശാസ്ത്രത്തെ പിഴച്ച ശാസ്ത്രമായിട്ട് അവതരിപ്പിക്കുന്ന ലേഖനമല്ലേ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സാമ്പിളായിട്ട് വായിച്ചു തന്നത്? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എത്ര ഗൗരവത്തിലുള്ള കാര്യമാണ്. ഇതിന്റെ പേരിലാണ് ഇന്ന് മുജാഹിദുകൾ തമ്മിത്തച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ജിന്നൂരികളും അടൂരികളും തമ്മിലുള്ള തമ്മിത്തല്ലാണെങ്കിലും കേന്നം എന്ന് പറയുന്ന ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാടും ജിന്നൂരികൾക്ക് അനുകൂലമാവാനാണ് സാധ്യത എന്നാണ് അവരെ സംബന്ധിച്ച് സദാ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വിലയിരുത്തൽ. ഞാനിപ്പോ അതിന് ഓരോ വിഭാഗത്തിലേക്കും കടന്നു ചെന്നുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല, സമയം കൊത്തിന്റെ കുറവ് കാരണത്താലും. അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ഇൽമുൽ കലാമിനാൽ ക്രോഡീകൃതമായ വിശ്വാസ തത്വങ്ങളുടെ പ്രമാണങ്ങളായിട്ട് ഖബർ വാഹിദുകൾ പറ്റുമോ? പറ്റൂലേ? പറ്റില്ല. അതൊരു തർക്കമില്ലാത്ത വിഷയം. എന്നിട്ട് ഇവര് പറയാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറ്റുമെന്നാണ് പറയുന്നത്. പറ്റില്ല എന്ന് പറയുന്നത് പിഴച്ചവാദമാണ്. ആ പിഴച്ചവാദക്കാരൊക്കെയാണ്? 1 സമസ്തക്കാര്, 2 മടവൂരികൾ, 3 മുഅ്തസിലികൾ, 4 അശ്ശരികൾ, 5 ഇൽമുൽ കലാമിന്റെ ആൾക്കാർ. പിന്നെ ആരാണ് സത്യവാദികൾ? ആരാണ്? അൽബാനിസം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരുപാട് വിജ്ഞാന ശാഖകളെ അട്ടിമറി നടത്തിയിട്ട് ഗൾഫ് ലോകത്തുള്ള പണ്ഡിത സമൂഹത്തിന്റെ ഇടയിൽ ആശയക്കുഴപ്പത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ച് മരിച്ചുപോയ സാക്ഷാൽ അൽബാനി. ഈ അൽബാനി സാഹിബിന്റെ കൃത്രിമമായ വാദഗതികൾ അന്ധമായി പുണരുക വഴി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാദകോലാഹലങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ വാദകോലാഹലങ്ങൾ നമ്മളിപ്പോ ഇങ്ങനെ അങ്ങാടിയിൽ ഇവരുടെ പ്രസംഗം കേൾക്കും. ആ പ്രസംഗത്തിനിടയിൽ കുറെ നമ്മളെ എന്ത് ചെയ്യും, നമ്മൾ ഇസ്തിഗാസ നടത്തുന്നതിന്, തവസ്സുൽ ചെയ്യുന്നതിന് ആക്ഷേപിച്ചുകൊണ്ട് രൂക്ഷമായിട്ട് ഖുറാഫികള്, കുബൂരികള്, എന്തൊക്കെ വാക്കുകളാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. പെരിന്തൽമണ്ണയിൽ ഈ അടുത്ത് ഒരു മുജാഹിദുകാരൻ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? എന്റെ പേരെടുത്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എന്താ പറയുന്നത്? അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിന്റെ ആളുകൾ മനസ്സിലാക്കട്ടെ, അയാൾക്ക് വിശപ്പടക്കാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, മാസാന്ത ശമ്പളം കൊടുക്കാൻ പാടില്ല, അയാളെ പുറത്താക്കണം, കാരണം സമുദായത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് എന്നെക്കുറിച്ച് വിമർശിച്ചത്. യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണ മേഖലയിൽ ഈ പറയുന്ന മുജാഹിദുകൾക്ക് ആളും അർത്ഥവും പണവും നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ മാഫിയകളുടെ രാജാക്കന്മാരാണ്. ആ മാഫിയ രാജാക്കന്മാർ പാവങ്ങളായ ജനങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് പിടിച്ചെടുക്കുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ മേഖലയിലൊക്കെ മുജാഹിദിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാർ സാധുക്കളായ നമ്മളെ പറ്റി പറയാണ് നമുക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല അല്ലേ? നമ്മളെ മൂല്യന്മാർ 2000-3000 റുപ്യൊക്കെ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന നമ്മളെ പറ്റി 2 കിലോ മീൻ വാങ്ങിയിട്ട് കുടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഏപ്രിൽ 1 നമുക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ ഏപ്രിൽ 10 ആകുമ്പോഴത്തേക്ക് നമ്മളെ ഗീസ കാലിയായി. ബാക്കി 20 ദിവസം പിന്നെ എങ്ങനെ നമ്മൾ കരമുട്ടിപ്പിക്കുന്നത്? ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചാണ് ഈ കോലത്തിൽ പറയുന്നത് അല്ലേ? ഖബർ വാഹിദ് ഹദീസുകൾ സ്വീകാര്യമാണെന്നാണോ താങ്കളുടെ അഭിപ്രായം? സ്വീകാര്യമാണെന്നാണോ എല്ലാവരുടെയും അഭിപ്രായം? ഖബർ വാഹിദുകൾ സ്വീകാര്യമാണ്. പക്ഷെ വിശ്വാസ സംഹിതകൾ അവ കൊണ്ട് സ്ഥാപിക്കപ്പെടുമോ? ഇല്ലേ, സ്ഥാപിക്കപ്പെടുകയില്ല. ഞാൻ അതിന് ഉപോത്ബലകമായിട്ട് ഇവിടെ സർവ മുജാഹിദുകളും അവരുടെ ആചാര്യനായിട്ട് അംഗീകരിക്കുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ, ആ ഇബ്നു തൈമിയയുടെ ഒരു ഗ്രന്ഥം മാത്രം എന്റെ മുന്നിൽ, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് 3 ഗ്രന്ഥങ്ങൾ മാത്രമാണ്. ഒന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ റിസാലയാണ്, 2 ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയാണ്, 3 ഇബ്നു തൈമിയ എന്ന് പറയുന്ന സകല മുജാഹിദുകളുടെയും ആചാര്യനായ ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവും സംയുക്തമായി രചിച്ച അൽ മുസ്വദ്ദ ഫി ഉസൂലുൽ ഫിഖ് എന്ന ഗ്രന്ഥവുമാണ്. ഇബ്നു തൈമിയയുടെ പേര്
അഹ്മദ് ബിൻ തൈമിയ എന്നാണ്. ഇബ്നു തൈമിയയുടെ പിതാവിന്റെ പേര് അബ്ദുൽ ഹലീം ബിൻ തൈമിയ എന്നാണ്. ഇബ്നു തൈമിയയുടെ പിതാവിന്റെ പേര് അബ്ദുസ്സലാം ബിൻ തൈമിയ എന്നാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ 3 ഇബ്നു തൈമിയമാര് സംയുക്തമായി രചിച്ച അൽ മുസ്വദ്ദ എന്ന ഈ ഗ്രന്ഥം, ഈ 3 ഗ്രന്ഥങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഖബർ വാഹിദുകളെ കൊണ്ട് ദൃഢജ്ഞാനം കൈവരികയില്ലെന്നും ആ ദൃഢജ്ഞാനം വരാത്തത് കൊണ്ട് അഖായിദുകൾക്ക് അഥവാ അഖീദകൾക്ക് അവ പ്രമാണങ്ങളല്ലെന്നുമുള്ള, അതേസമയത്ത് കർമ്മപരമായ കാര്യങ്ങൾ മറ്റു അനുമാനങ്ങൾക്കും മറ്റു അനുമാനപരമായ കാര്യങ്ങൾക്കും ഖബർ വാഹിദ് എത്രയെങ്കിലും പര്യാപ്തമാണ്. അതിൽ സഹീഹായ ഹദീസുകളുണ്ട്, സഹീഹുല്ലി ദാത്തിഹിയുണ്ട്, സഹീഹുല്ലി ഗൈരിഹിയുണ്ട്, ഹസനുല്ലി ദാത്തിഹിയുണ്ട്, ഹസനുല്ലി ഗൈരിഹിയുണ്ട്, ദഈഫുകളുണ്ട്. ദഈഫായ ഹദീസുകളും തള്ളാൻ പറ്റൂല. ഇവിടുത്തെ സകല മുജാഹിദുകളും ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് മുമ്പിൽ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ മുരളി സാറൊക്കെ പലപ്പോഴും ഇസ്ലാഹി ക്ലാസ് റൂമിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. അദ്ദേഹമൊക്കെ പലപ്പോഴും ഇസ്ലാഹികളുടെ പ്രഭാഷണത്തിൽ നിന്ന് ദഈഫായ ഹദീസിനെ സംബന്ധിച്ച് വാറോല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ദഈഫായ ഹദീസിനെ സംബന്ധിച്ച് അത് വാറോലയാണെന്നും അത് ചവറ്റുകൊട്ടയിലേക്ക് തള്ളിവിടേണ്ടുന്ന കള്ള ഹദീസാണെന്നും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നഊദുബില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവരൊക്കെ കാക്കട്ടെ എന്നാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്. എന്തുകൊണ്ട്? ആ വാക്കുപയോഗിക്കുന്ന നാവിനെ ശരിയായ പ്രായശ്ചിത്യം തൗബ ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നരകത്തിലിട്ട് കത്തിച്ചു വെണ്ണീറാക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. കാരണം അത്രമാത്രം കിരാതമായ പാപമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ നോക്കൂ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ദഈഫായ ഹദീസിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇബ്നു തൈമിയയുടെ അൽ മുസ്വദ്ദ എന്ന ഈ കിതാബിന്റെ 188ാമത്തെ പേജ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന വല്ല മുജാഹിദുകളുമുണ്ടെങ്കിൽ, വല്ല മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി തൃഷ്ണയുള്ള മുജാഹിദുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പേരിൽ എനിക്ക് ഖുറാഫി എന്നോ അല്ലെങ്കിൽ കുബൂരി എന്നോ അല്ലെങ്കിൽ പൊട്ടനെന്നോ എന്നൊക്കെ എനിക്ക് PM ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. തൃഷ്ണയോടുകൂടി അന്വേഷണാത്മകതയുള്ള അറിവിനെ സമ്പാദിക്കാനുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്ന ആളുകളോട് പറയട്ടെ. ദക്കറൽ ഖാദി കലാമുൽ ഇമാം അഹ്മദ് ഫിൽ അഖ്ദ് ബിൽ ഹദീസ് ദഈഫ്, ദഈഫായ ഹദീസിനെ സംബന്ധിച്ചുള്ള ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറയട്ടെ. ഫഖാല ഫീ റിവായത്തിൽ അസ്റം എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്? റഅയ്തു അബാ അബ്ദില്ലാ ഇദാ കാന അൽ ഹദീസു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇസ്നാദിഹി ശൈഉൻ യഅഖുദു ബിഹി. കണ്ടോ? എതിരായിട്ട് ഹദീസുകളില്ലെങ്കിൽ, ഇദാലം യജ്ഇ ഖിലാഫുഹു അസ്ബതു, എതിരായിട്ട് കൂടുതൽ സ്ഥിരപ്പെട്ട ഹദീസുകളില്ലെങ്കിൽ ദഈഫായ ഹദീസുകൾ വെച്ചുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ മതവിധികൾ പറയാറുണ്ടായിരുന്നു. ഇബ്നു തൈമിയമാരുടെ കിതാബിന്റെ 188ാമത്തെ പേജിലാണ് പറഞ്ഞത്. ഖദ് അത്ലക അഹ്മദ് അൽ ഖൗല ബിൽ അഖ്ദി ബിൽ ഹദീസ് ദഈഫ്, ദഈഫായ ഹദീസ് അമലിന് പര്യാപ്തമാണ് എന്ന് സക്കരിയ സലാഹി അവിടെ വിശദീകരിക്കൽ എങ്ങനെയാ? ദഈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് അമല് ചെയ്യാനൊന്നും പറ്റൂല. ദഈഫായ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗത്തിലൊക്കെ പറയാം എന്നേ അതിന് അർത്ഥമുള്ളൂ. തെറ്റാണ് ആ സക്കരിയ സലാഹി മുജാഹിദുകളും പറയുന്നത്. തെറ്റാണ് ആ വാദം. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. മറിച്ച് ദഈഫായ ഹദീസ് പ്രവർത്തന രംഗത്തു തന്നെ സ്വീകാര്യമാണ് എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. പ്രവർത്തന രംഗത്തു തന്നെ അത് സ്വീകാര്യമാണ് എന്നാണ് പറയുന്നത്. ഇദാ റുവീന അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫളാഇലിൽ അഅമാലി വമാ ലാ യർഫഉ ഹുക്മൻ ഫലാ നുസഇബു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മറ്റൊരു പ്രസ്താവനയാണ്. എന്താണ് പ്രസ്താവന? അമലുകളുടെ മഹത്വങ്ങൾ വിളംബരപ്പെടുത്തുന്ന ഹദീസുകൾ, സ്ഥിരീകൃതമായ ഒരു മതവിധിയെ ഉയർത്തിക്കളയാത്ത ഹദീസുകൾ എന്ന് വെച്ചാൽ മറ്റു സഹീഹ് ഹദീസുകളോട് എതിരാവാത്ത ദഈഫായ ഹദീസുകൾ, ആ ഹദീസുകളുടെ പേരിൽ നാം കർശനത്വം പുലർത്തുകയില്ല. അത് സ്വീകരിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും മുജാഹിദിന്റെ പ്രസംഗം കേൾക്കാറുണ്ട്. ആ ഹദീസ് ദഈഫാണ് അല്ലേ? ആ ഹദീസ് ദഈഫാണ്. ഏതുപോലെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിജനമായ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ, വിജനമായ സ്ഥലത്ത് വഴിയാത്രക്കിടയിൽ മരുഭൂമിയിൽ വെച്ച് ആരാരുമില്ലാതെ സഹായിക്കാൻ സഹായഹസ്തങ്ങളില്ലാതെ ഗതിമുട്ടിയവന്റെ വിലാപം, സഹായാർത്ഥന, യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ അടിയാറുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായം, അവന്റെ അടിയാറുകളെ കൊണ്ടുള്ള സഹായം ലഭ്യമാകുമെന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പ്രവർത്തിച്ചു കാണിച്ചു തന്ന മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ഇത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ മുജാഹിദുകളോട് ചോദിച്ചു. ഈ ഉള്ളവൻ തന്നെ സക്കരിയ സലാഹിനോട് നേരിട്ട് ചോദിച്ചു. അപ്പൊ സക്കരിയ സലാഹിന് പറഞ്ഞ മറുപടി, അത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അത് സഹീഹാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്തു പോയതാണ് എന്നാ മറുപടി പറഞ്ഞത്. സഹീഹാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്തു പോയതാണ്. അപ്പൊ ഞാൻ ഈ ഉള്ളവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആ പറഞ്ഞ മറുപടി ഏതെങ്കിലും ഒരു കിതാബ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഉടനെ എനിക്ക് ഡോട്ടിട്ടു. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അന്ന് ഞാൻ നമ്മുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ അഡ്മിനായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. MT ദാരിമി എന്ന പേരിൽ ഞാൻ വന്നിരുന്നില്ല. മറ്റു ചില പേരുകളിൽ ഞാൻ ആയിരുന്നു. പിന്നെയാണ് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഞാൻ സജീവമാകാൻ തുടങ്ങിയത്. അന്ന് സക്കരിയ സലാഹിനോട് നേരിട്ട് ഇത് ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിന് സക്കരിയ സലാഹി എന്താ ചെയ്തത്? എനിക്ക് ഡോട്ടിട്ടുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഈ ചോദ്യോത്തരം തുടർന്നു പോയാൽ തങ്ങളുടെ ആശയത്തിന്റെ അടിത്തറ ഇളകും, ക്ലാസ് റൂമിൽ സത്യം ബോധ്യപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഡോട്ടിടപ്പെട്ട വ്യക്തി, ആ ഒരു ദൗർഭാഗ്യം ഉണ്ടായ വ്യക്തിയാണ് ഞാൻ. അപ്പൊ യാ ഇബാദുല്ലാഹ് അഈനൂനി എന്നുള്ള ഹദീസ് യഥാർത്ഥത്തിൽ അത് ലഈഫല്ല. ആ ഹദീസ് ലഈഫ് അല്ലേ അല്ല. സകല മുജാഹിദുകളും പഠിച്ചോ, യാ ഇബാദുല്ലാഹ് അഈനൂനി എന്നുള്ള ഹദീസ് ലഈഫ് അല്ലേ അല്ല. അത് പ്രമാണയോഗ്യമാണ്. അത് ഹസനുൽ ലിഗൈരിഹി എന്ന പ്രമാണയോഗ്യതയുടെ പദവി അലങ്കരിച്ച പ്രമാദമായ പ്രസക്തമായ പ്രശസ്തമായ ഹദീസാണ്. മുൻഗാമികൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിജനമായ ഒറ്റപ്പെട്ട സ്ഥലത്തിൽ ആരാരുമില്ലാത്ത സന്ദർഭത്തിൽ അദൃശ്യ വിഭാഗങ്ങളോട് സഹായം ചോദിച്ച ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ നിദർശനമായിട്ട് പണ്ഡിതലോകം നോക്കിക്കാണുന്ന ഹദീസാണത്. നിങ്ങൾ സകല മുജാഹിദുകളും പറയുന്നു, ജിന്ന് വിഭാഗം മുജാഹിദുകളും പറയുന്നു, ഇൻസ് വിഭാഗം മുജാഹിദുകളും പറയുന്നു, അങ്ങനെയുള്ള സകല വിഭാഗം മുജാഹിദുകളും പറയുന്നു ഈ ഹദീസ് ലഈഫാണെന്ന്. ഞാൻ അടിവരയിട്ടുകൊണ്ട് ആണയിട്ടുകൊണ്ട് പറയട്ടെ, ഈ ഹദീസ് ലഈഫാണെന്നൊരു ഉമ്മക്ക് പിറന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് എന്റെ മുമ്പിൽ തെളിയിക്കാൻ സാധ്യമല്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് പരസ്യമായ ഒരു സംവാദത്തിന് ആ വിഷയത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദ്, അത് KNM-ന്റെ മുജാഹിദാവട്ടെ, അല്ലെങ്കിൽ വോയിസ് ഓഫ് സലഫിന്റെ പുതിയ മുജാഹിദാവട്ടെ, അതല്ലെങ്കിൽ ഇസ്ലാഹി ക്ലാസ് റൂമിലുള്ള മടവൂരി മുജാഹിദുകളാവട്ടെ, അതല്ലെങ്കിൽ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള ഫൈസൽ വിഭാഗം മുജാഹിദുകളാവട്ടെ, ഏത് മുജാഹിദുകളോടും, പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് പിന്നെ സംവാദത്തിന് വെല്ലുവിളിച്ചെടുത്ത് കാര്യമാണ്. കാരണം അവർക്ക് ക്ലാസ് റൂം ഇല്ലല്ലോ അവിടെ. ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു ക്ലാസ് റൂം പണ്ട് നമ്മൾ ആ ബ്രോസ് റൂമിൽ കണ്ടിരുന്നു. 2-3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതും കാണില്ല, എവിടെ പോയിന്നറിയില്ല. അതെന്തോ ആവട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഈ യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ള ഹദീസ് അത് ലഈഫാണെന്ന് സ്ഥിരപ്പെടുത്തുവാൻ സാധിക്കുന്ന വഹാബികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ. ഇനി വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിച്ചു കൊടുക്കാം, ബൈ ചാൻസ് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പ്രസ്തുത ഹദീസ് ലഈഫാണെന്ന്. എന്നാൽ തന്നെ ആ ഹദീസ് ലഈഫായ ഹദീസ് കൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അമൽ ചെയ്താൽ എന്ത് കുഴപ്പാണോ? എന്താ ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം നവവിയും അങ്ങനെയുള്ള ആളുകളൊക്കെ അത് ലഈഫാണെന്ന് വെച്ചുകൊണ്ട് അമൽ ചെയ്താൽ എന്താ കുഴപ്പമുള്ളത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഒരു കുഴപ്പവുമില്ല. കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം തന്നെ എന്താണ് അല്ലേ? എന്താണ്? അങ്ങനെയുള്ളതായിരിക്കുന്ന ഹദീസുകളെ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റും, മറ്റു സഹീഹായ ഹദീസുകൾക്ക് എതിരില്ലെങ്കിൽ പറ്റും എന്നാണ്. മനസ്സിലായോ? എതിരില്ലെങ്കിൽ പറ്റും എന്നാണ്. അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. സഅൽതു അഹ്മദ് റളിയല്ലാഹു അൻഹു അൻ ഹദീസ് മഅ്മർ അൻ സുഹരി അൻ സാലിബ് അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന വയലാന അസ്ലമ വഇൻദഹു 10 നിസ്വത്തിൻ. വയലാൻ എന്നവർ മുസ്ലിമായപ്പോ വയലാന്റെ ഒപ്പം 10 ഭാര്യമാരുണ്ടായിരുന്നു. ഈ ഹദീസിനെ പറ്റി ചോദിച്ചപ്പോ ഫഖാല ലൈസ ബിസഹീഹിൻ, ഹദീസ് സഹീഹല്ലെങ്കിലും വൽ അമലു അലൈഹി നാറദ്, വൽ അമലു അലൈഹി, പക്ഷേ ആ ഹദീസ് അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്. എന്നിട്ട് ഇബ്നു തൈമിയ്യമാരുടെ കിതാബ് പറയാണ് മഅനാ ഖൗലി അഹ്മദ് ഹുവ ലഈഫുൻ. അഹ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അത് ലഈഫാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അലാ തരീഖി അസ്ഹാബിൽ ഹദീസ്, ഹദീസിന്റെ ആളുകളുടെ ശൈലിയാണത്. ലിഅന്നഹും യുളഇഫൂന ബിമാ ലാ യൂജിബു തളീഫഹു ഇൻദൽ ഫുഖഹായി, കർമ്മശാസ്ത്രപരമായിട്ട് ദൗർബല്യം വരാത്തതിനെ സംബന്ധിച്ചും ഇൽമുൽ ഹദീസുകാർ ലഈഫ് എന്ന് പറയാറുണ്ട്.
പക്ഷേ കർമ്മപരമായിട്ട് ആ ഹദീസ് പ്രായോഗികവുമാണ്. സാങ്കേതികമായിട്ട് അത് ദുർബലമാണെങ്കിലും കർമ്മപരമായിട്ട് അത് പ്രായോഗികമാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായിട്ട് പറയാണ്. അപ്പോ ദഈഫ് എന്ന് പറയുന്നത് അലാ തരീഖിൽ മുഹദ്ദിസീന, അത് മുഹദ്ദിസീങ്ങളുടെ ശൈലിയാണ്. പക്ഷേ വൽ അമലു അമലിഹി, അമല് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതോ അലാ തരീഖിൽ ഫുഖഹാഇ, അത് കർമ്മശാസ്ത്രജ്ഞന്മാരുടെ ശൈലിയാണ്. ഈ രണ്ടു ശൈലിയെയും സംയോജിപ്പിക്കുന്ന വീക്ഷണഗതിയാണ് മഹാനായിരിക്കുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു വെച്ചു പുലർത്തിയത് എന്നിരിക്കെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ള ഹദീസ്, ആ ഹദീസ് ദഈഫാണെന്ന് വാദത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിച്ചാൽ തന്നെയും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് 5 പ്രാവശ്യം ഹജ്ജിന് പോയപ്പോൾ, അതിൽ വഴിയറിയാതെ ഗതിമുട്ടിപ്പോയപ്പോൾ, അല്ലാഹുവിന്റെ അടിയാറുകളെ എന്നെ വന്നു സഹായിക്കണേ എന്നാരാരുമില്ലാത്തൊരു വിജനമായ സ്ഥലത്ത് കൊണ്ട് വിളിച്ചു പറയുകയും എന്തോ ഒരു അദൃശ്യമായ സഹായത്തിലൂടെ മക്കയിലേക്ക് എത്തിപ്പെടുകയും ചെയ്ത ആ സംഭവത്തിന് മഹാനവറുകൾ ആധാരമാക്കിയ പ്രസ്തുത ഹദീസ് ദഈഫായിക്കോട്ടെ, അതിനെന്താണോ നിങ്ങൾക്ക് കുഴപ്പം? അങ്ങനെയുള്ള ഹദീസ് കള്ള ഹദീസാണെന്നോ, അങ്ങനെയുള്ള ഹദീസ് വാറോലയാണെന്നോ, അങ്ങനെയുള്ള ഹദീസ് പൊള്ള ഹദീസാണെന്നോ, അങ്ങനെയുള്ള ഹദീസ് തോട്ടിലെറിയണമെന്നോ, അങ്ങനെയുള്ള ഹദീസിനെ സംബന്ധിച്ച് നിങ്ങൾ അത് ചവറ്റുകൊട്ടയിലേക്ക് ഛർദ്ദിച്ച് വിസർജിക്കണമെന്നൊക്കെയല്ലേ നിങ്ങൾ പ്രയോഗിക്കാറുള്ളത്? എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾ അത്തരം ഹദീസുകളെ പറ്റി പ്രയോഗിക്കാറുള്ളത്? ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് തമ്മിൽ തല്ലില്ലാത്തൊരു വിഷയമാണിത്. ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് തമ്മിൽ തല്ലില്ല കേട്ടോ. ഖബർ വാഹിദ് കാരണത്താൽ മുജാഹിദുകൾ തമ്മിൽ തല്ലുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് തമ്മിൽ തല്ലില്ല. ദഈഫായ ഹദീസിനെ സംബന്ധിച്ച് അവൻ എന്തൊക്കെയാ പറയാനുള്ളത്? ചവറ്റുകൊട്ടയിലേക്ക് ഛർദ്ദിക്കേണ്ടുന്നത്, ചവറ്റുകൊട്ടയിൽ പോയി വിസർജിക്കേണ്ടത്, കള്ള ഹദീസ്, പൊള്ള ഹദീസ്, ഇത്തരത്തിലുള്ള വളരെ മ്ലേച്ഛമായ, നീചമായ, നികൃഷ്ടമായ വാക്കുകൾ ഉച്ചരിക്കുക വഴി ഞാൻ എന്റെ ആത്മരോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രസ്ഥാനത്തിലുള്ള ആളുകളോടുള്ള വ്യക്തിപരമായ വിമർശനമല്ല. വ്യക്തിപരമായ പേഴ്സണൽ വിമർശനം ഇവിടെ ഇല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ആശയപരമായ വിമർശനം മാത്രമാണ്. ഇത് വിമർശിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെ പോയാൽ നമ്മുടെ വഹാബി സുഹൃത്തുക്കൾ പഴച്ച് ഏതൊരു കോലത്തിലേക്കാണ് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ആശങ്ക ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദഈഫായ ഹദീസുകളെ സംബന്ധിച്ചൊക്കെ അവർക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖബർ വാഹിദിനെ സംബന്ധിച്ച് എന്താണ് അതിനെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിലപാട് എന്താണ്? ഇവർ പറഞ്ഞല്ലോ ഖബർ വാഹിദ് എന്ന് പറയുന്ന വിരലിലെണ്ണാവുന്നവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, പ്രസ്തുത ഹദീസുകൾ വിശ്വാസ തത്വങ്ങൾക്കുതകുന്ന ദൃഢജ്ഞാനം പകരുന്നവയല്ല എന്ന് പറയുന്നത് സമസ്തക്കാരുടെ പേച്ചവാദമാണ്, എന്ന് പറയുന്നത് മടവൂരികളുടെ പേച്ചവാദമാണ്, എന്ന് പറയുന്നത് ഇൽമുൽ കലാം എന്ന് പറയുന്ന പിഴച്ച വിജ്ഞാന ശാഖയുടെ വാദമാണ്, എന്ന് പറയുന്നത് അശ്അരികൾ എന്ന് പറയുന്ന പിഴച്ച ആൾക്കാർ. അശ്അരികൾ പിഴച്ച ആൾക്കാരല്ല. ഇമാം അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു നബിയുടെയും സ്വഹാബത്തിന്റെയും താബിഈകളുടെയും വിശ്വാസ സംഹിതകളെ ക്രോഡീകരിച്ചതിന് അവലംബിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന വക്താക്കളെ സംബന്ധിച്ചാണ് അശ്അരികൾ എന്ന് പറയുന്നത്. വെല്ലുവിളിക്കാൻ ഇതെന്താ ഗുസ്തിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗുസ്തിയല്ല സഹോദര. നിങ്ങൾ മനസ്സിലാക്കുന്നത് ശാരീരികമായ വെല്ലുവിളി മാത്രമേ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് വൈജ്ഞാനികമായ വെല്ലുവിളിയാണ്. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ഗുസ്തി എന്ന് പേരിടുകയാണെങ്കിൽ അതിന് നമുക്ക് വിരോധമൊന്നുമില്ലാതെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നേരത്തെ ഖബർ വാഹിദിനെ സംബന്ധിച്ച് നിങ്ങൾ ഖബർ പൂജ എന്ന് തെറ്റിദ്ധരിച്ചല്ലോ, എന്നതുപോലെയുള്ള സ്വാതന്ത്ര്യമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? വയുഹ്കമു ബിസ്സുന്നത്തി ഖദ് റുദിയത് മിൻ തരീഖിൽ ഇൻഫിറാദ്. കണ്ടോ? വയുഹ്കമു ബിസ്സുന്നത്തി ഖദ് റുദിയത് മിൻ തരീഖിൽ ഇൻഫിറാദ്. ഖബർ വാഹിദായിട്ട് അല്ലേ എണ്ണപ്പെടുന്ന വിരലിലെണ്ണാവുന്ന ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളെ കൊണ്ടുള്ള വിധി ലാ യജ്തമിഉ അന്നാസു അലൈഹ, ആ ഹദീസുകൾക്കുമേൽ ജനങ്ങൾ സമ്മേളിച്ചിട്ടില്ലെങ്കിൽ ഫനഖൂലു, നാം പറയും ഹകംനാ ബിൽ ഹഖ് ഫിൽ ളാഹിരി, ബാഹ്യമായിട്ട് അതിലുള്ള വിധിയെ നമ്മൾ സ്വീകരിക്കും. ലിഅന്നഹു ഖദ് യുംകിനുൽ ഗലതു ഫീ മൻ റവൽ ഹദീസ. പഠിച്ചോ? ലിഅന്നഹു ഖദ് യുംകിനുൽ ഗലതു ഫീ മൻ റവൽ ഹദീസ, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിയിൽ പിഴവ് വരാനൊരു സാധ്യതയുണ്ടല്ലോ. ജാഫർ സഖാഫി കേൾക്കണ്ട, സാലിബ് കുല്ലിയാക്കി പോവും അയാള്.
ജാഫർ സഖാഫി പിന്നെ ഷാഫി ഇമാമിന്റെ ആ വാക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് സാലിബകുല്ലി. കാരണം സാധ്യതയുണ്ടല്ലോ, ഒരു സാധ്യതയുമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടാവാനൊരു സാധ്യതയുണ്ടായാലോ അപ്പൊ മൂജബ ജുസി ആകുമല്ലോ എന്നാണ് മണ്ണാർക്കാട് സംവാദത്തിൽ അയാൾ ചോദിച്ചത്. അല്ലേ? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചത്? മർക്കസിലുള്ള മുടി നബിയുടേതല്ല, നബിയുടേതാവാൻ ഒരു സാധ്യതയുമില്ല. അപ്പോ നബിയുടേതാവാൻ ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടാവാനൊരു സാധ്യതയെങ്കിലും ഉണ്ടാവാനൊരു സാധ്യത ഉണ്ടാവാമല്ലോ, അപ്പൊ അത് മൂജബ ജുസിയല്ലേ, അപ്പൊ നിങ്ങളെ വാദം പൊളിഞ്ഞില്ലേ ഇതല്ലേ അയാൾ ചോദിച്ചത്? എന്താണ് ഇപ്പൊ അയാളാ പറഞ്ഞത്? പോട്ടെ. അങ്ങനെയുള്ള ഷാഫി ഇമാം ഇത് ഒരിടത്ത് മാത്രമല്ല പറയുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു മറ്റൊരു സ്ഥലത്തും കൂടി പറയുന്നുണ്ട്. എന്റെ ശബ്ദം കേൾക്കണില്ലെങ്കിൽ അപ്പൊ ഇവരെ അറിയിക്കണം കേട്ടോ. ഞാനിവിടെ ഒരു കേടുന്ന പിന്നെ മൈക്രോഫോണാണ് ഒരു മൈക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറയുകയാണ് തന്റെ റിസാലയുടെ 482 പേജിൽ ബഹുമാനപ്പെട്ടവർ വീണ്ടും ആ വിഷയം പറയുന്നുണ്ട്. ആ ഒരൊറ്റ ഇബാറത്ത് കൂടി ഞാൻ ആ വിഷയത്തിൽ വായിക്കട്ടെ. എന്താണ് പറയുന്നത്? ബഹുമാനപ്പെട്ടവർ പറയാണ്, ബഹുമാനപ്പെട്ടവര് ഇതിന്റെ 400 ആ പേജ് പെട്ടെന്ന് മറിച്ചിട്ട് കിട്ടുന്നില്ല. ഏതായാലും അവിടെയൊക്കെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ അതിന് ആ ഇബാറത്ത് വായിച്ചു തരുന്നുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പല സ്ഥലത്തും പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട്? ഖണ്ഡിതമായ ദൃഢജ്ഞാനം ഖബർ വാഹിദുകളെ കൊണ്ട് ലഭിക്കുന്നില്ല. അദ്ദേഹം പറയാണ് 461 പേജിൽ പറയാം, ലാ അന്നദാലിക ഇഹാതത്തുൻ കമാ യകൂനു നസ്സുൽ കിതാബി വ ഖബറുൽ ആമത്തി അൻ റസൂലില്ലാഹ്. കണ്ടോ? സർവ മുജാഹിദുകളും തമ്മിൽ തല്ലുന്ന മുജാഹിദുകളെ നിങ്ങൾ ഞങ്ങളെ പേപ്പിക്കലേ, സമസ്തക്കാരുടെ പേച്ച വാദം എന്ന് പറയലേ. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല പറയാം, ലാ അന്നദാലിക ഇഹാതത്തുൻ കമാ യകൂനു നസ്സുൽ കിതാബി വ ഖബറുൽ ആമത്തി അൻ റസൂലില്ലാഹ്. ഖുർആനിന്റെ നസ്സ് കൊണ്ടോ മുതവാത്തിറായ ഹദീസുകളെ കൊണ്ടോ ലഭിക്കുന്ന സമഗ്രമായ ദൃഢജ്ഞാനം, വിശ്വാസ സംഹിതകൾക്കുതകുന്ന അഖായിദുകളുടെ സ്ഥിരീകരണത്തിന് പറ്റാവുന്ന വിധത്തിലുള്ള ജ്ഞാനം ഖബർ വാഹിദുകൾ നൽകുന്നില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല പറയാണ്. ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകൾ ഷാഫി ഇമാം പറയുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ ബുഖാരി ഇമാമിന്റെ നിലപാട് എന്താണ്? ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബു അഖ്ബാരിൽ ആഹാദ്, ഖബർ വാഹിദുകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിന്റെ 1-ാം ഉപശീർഷകത്തിന്റെ പേര് മാ ജാഅ ഫീ ഇജാദത്തി ഖബറിൽ വാഹിദി സദൂഖ് ഫിൽ അദാനി വസ്സലാത്തി വസ്സൗമി വൽ ഫറായിദി വൽ അഹ്കാം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം എന്താണ്? ബാബു മാ ജാഅ ഫീ ഇജാദത്തി ഖബറിൽ വാഹിദിൽ സദൂഖ്, നീതിമാനായ സത്യസന്ധനായ ഒരാള് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ നടപ്പിൽ വരുത്തുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഏതൊക്കെ വിഷയത്തിലാണ് നടപ്പിൽ വരുത്തുന്നത് അറിയോ? വിശ്വാസ അഖായിദിലല്ല. പഠിച്ചോ? ജിന്ന വിഭാഗം മുജാഹിദെ പഠിച്ചോ? ഇതിന്റെ പേരിലല്ലേ നിങ്ങൾ തമ്മിൽ തല്ലുന്നത്? നിങ്ങൾ ലേഖനത്തിലും പേജിലും നിങ്ങളുടെ പുസ്തകങ്ങളിലും സംവാദങ്ങളിലും ഖണ്ഡനങ്ങളിലും നിങ്ങളും മടവൂരികളും തമ്മിൽ തമ്മിൽ തല്ലുന്നത് ഇതിന്റെ പേരിലല്ലേ? ഈ വിഷയത്തിൽ മടവൂരികളുടെ വാദത്തെ നമ്മൾ തള്ളി പറയുന്നില്ല. ഈ വിഷയത്തിൽ ജിന്ന വിഭാഗത്തിന്റെ വാദമാണ് പഴച്ചു പോയിട്ടുള്ളത്. എന്താണ് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞത്? ബാബു മാ ജാഅ ഫീ ഇജാദത്തി ഖബറിൽ വാഹിദി സദൂഖി ഫിൽ അദാനി വസ്സലാത്തി വസ്സൗമി വൽ ഫറായിദി വൽ അഹ്കാം. ബാങ്ക്, നിസ്കാരം, നോമ്പ്, മറ്റു ഫർളായ കാര്യങ്ങൾ, മറ്റു കർമ്മപരമായ വിധിവിലക്കുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഖബർ വാഹിദുകളെ പ്രയോഗിക്കപ്പെടുക. കണ്ടോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഖബർ വാഹിദുകളെ പ്രയോഗിക്കപ്പെടുക. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു ബുഖാരിയുടെ ശാരിഹായ കിർമാനിയത്തോട് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ബുഖാരി ഇമാം എടുത്തു പറഞ്ഞത്? ബാങ്ക്, നിസ്കാരം, നോമ്പ്, മറ്റു ഫർദുകൾ, മറ്റു വിധിവിലക്കുകൾ, കർമ്മപരമായവ എന്ന് പറഞ്ഞത് എന്തിനാണ്? അതിന്റെ മറുപടിയായിട്ട് ബഹുമാനപ്പെട്ടവര്
ബഹുമാനപ്പെട്ട അസ്കലാനി ഇമാം പറയാണ്, കിർമാനിയും പറയാണ്, അതുപോലെ തന്നെ ബദ്രുദ്ദീനുൽ ഐനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കസ്തലാനി ഇമാം പറഞ്ഞിട്ടുണ്ട്. മറ്റു അനേകം ഇമാമുമാരൊക്കെ ഈ സ്വഹീഹുൽ ബുഖാരിയുടെ ഈ വിശദീകരണത്തെ, ഈ പരാമർശത്തെ വിശദീകരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ഇന്നമാ ഹുവ ഫിൽ അമലിയാത്ത്. കണ്ടോ, പഠിച്ചോ? ഇന്നമാ ഹുവ ഫിൽ അമലിയാത്ത് ലാ ഫിൽ ഇഅ്തിഖാദിയാത്ത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഒരുപക്ഷെ എന്റെ മുഴുവൻ ശ്രോതാക്കൾക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാലും ഈ മുജാഹിദിന്റെ റൂമിലൊക്കെ കയറിയിട്ട് പിന്നെ വൃഥ സമയം ചെലവാക്കുന്ന പല സുഹൃത്തുക്കളെയും ഞാൻ കാണാറുണ്ട്. ഇവരൊക്കെ ഇവരുടെ ഈ പ്രസംഗങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഖബർ വാഹിദ് അക്കീദക്ക് പറ്റും, ഖബർ വാഹിദ് അക്കീദക്ക് പറ്റൂല എന്ന് പറയുന്നത് സമസ്തക്കാരുടെ പേച്ചവാദമാണ്, ഇൽമുൽ കലാമിന്റെ പേച്ചവാദമാണ്, അശ്ശരികളുടെ പേച്ചവാദമാണ്, യുക്തിവാദികളുടെ പേച്ചവാദമാണ്, ഫിലോസഫിയുടെ പേച്ചവാദമാണ്, ഫൽസഫക്കാരുടെ പേച്ചവാദമാണ്, അതാണ് മടവൂരികൾക്കുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ സാധാരണക്കാർ അപ്പൊ എന്തൊക്കെയോ സമസ്തക്കാർ പയച്ചു പോയിട്ടുണ്ട് എന്നുള്ളൊരു ഫിൽജുംല, ഒരു ഇജ്മാലിയായ ഒരു മനസ്സിലാക്കി വെക്കല്, ഒരു മൊത്തത്തിലുള്ള ഒരു അറിഞ്ഞുവെക്കല് സംഭവിച്ചേക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല, ഇതിനെ പണ്ഡിതോചിതമായിട്ട് ഈ വിഷയത്തിൽ ഖബർ വാഹിദുകളും അഖീദയും എന്ന വിഷയത്തിൽ സത്യസന്ധമായ ഒരു സംവാദത്തിനും വേണമെങ്കിൽ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഒരുക്കമാണ്. തയ്യാറുള്ളവരെ അറിയിക്കുക, അതിന് കഴിവുള്ളവരെ അറിയിക്കുക, നാം അതിന് സന്നദ്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ബുഖാരി ഇമാമ് പോലും ഈ വാദക്കാരനാണ്. ഇനി ഈ വിഷയത്തിന്റെ ബൃഹത്തായ മറ്റൊരു വിശദീകരണം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ അതൊക്കെ പാടെ ആറ്റിക്കുറുക്കിയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള ചില വിഷമങ്ങൾ അത് ഇങ്ങനെ മനസ്സിൽ തികഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ ഇപ്പോൾ പറയാത്തത്. എന്താണ് ശരിക്കും മനസ്സിലാക്കുക ഈ വിഷയത്തിൽ? ഇബ്നു തൈമിയ്യയുടെ അഭിപ്രായം എന്താണ്? ഇബ്നു തൈമിയ്യനെയാണല്ലോ സാധാരണ മുജാഹിദുകള് വലിയ ആളാക്കി കൊണ്ടു നടക്കുന്നത്. ഇബ്നു തൈമിയ്യ പറയാണ്, ഇബ്നു തൈമിയ്യമാർ ഒന്നിച്ചു പറയുകയാണ്. എന്താ പറയുന്നത്? അൽ മുസ്വദ്ദ ഫി ഉസൂലിൽ ഫിഖ് എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ 166-ാമത്തെ പേജിൽ പറയാണ്, ഖബറുൽ വാഹിദ് യൂജിബുൽ അമല വ ഗലബത്തുൽ ളന്നി ദൂനൽ ഖത്ഈന. ഖബർ വാഹിദ് എന്ന് പറയുന്നത് അഥവാ വിരലിലെണ്ണാവുന്നവരുടെ ഹദീസ്, അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ എന്ന് പറയുന്നത് യൂജിബുൽ അമല, അത് കർമ്മപരമായ കാര്യങ്ങൾക്കാണ് പ്രായോഗികം അത് പ്രമാണമാവുന്നത്. വ ഗലബത്തുൽ ളന്നി, മികച്ച ഭാവന, ആ ഹദീസിൽ പരാമർശിക്കപ്പെട്ട കാര്യം റസൂലിൽ നിന്നുള്ളതാണെന്നുള്ള ബലമായ ധാരണയാണത് പ്രദാനം ചെയ്യുന്നത്. ദൂനൽ ഖത്ഈ, ഖണ്ഡിതമായ ജ്ഞാനം കൂടാതെ. ഖണ്ഡിതമായ ജ്ഞാനത്തിന് 3 മാർഗങ്ങളാണ് ശാസ്ത്രം പറയുന്നത്. ഒന്നാമത്തത് ഖണ്ഡിതമായ ജ്ഞാനത്തിന്റെ 3 മാർഗങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിയാണ്. ഇപ്പൊ 1+1=2 എന്നുള്ളത് ഖണ്ഡിതമാണ്. അതിന്റെ പ്രമാണം എന്താണ്? അത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ മുതവാത്തിറായ ഒരു വൃത്താന്തം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അനേകം ആളുകൾ ഓരോ തലമുറയിലും ദൃശ്യപരമായ ഒരു വിഷയത്തിനെ ഉദ്ധരിക്കുന്ന ഒരു വാർത്ത. പെരിന്തൽമണ്ണയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് 100 കണക്കിന് ആളുകൾ എന്നോട് ഒരേ സമയം വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എന്റെ മനസ്സിൽ വരുന്ന ദൃഢത, അതാണ് മുതവാത്തിർ. ഇതുകൊണ്ടും ദൃഢത ഉണ്ടാവും. മൂന്നാമത്തതാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം നേർക്കുനേരെ കാണാം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് ഉച്ചരിക്കുന്നത്, ഇപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ടാണ് കണ്ടു, ഞാൻ എന്റെ ചെവി കൊണ്ടാണ് കേട്ടു എന്നാ പിന്നെ എനിക്ക് ഉറപ്പായില്ലേ? അപ്പൊ നേർക്കുനേരെ റസൂലുള്ള പറഞ്ഞു എന്ന് ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്ത എന്റെ പഞ്ചേന്ദ്രിയാനുഭവം, അങ്ങനെ എന്റെ പഞ്ചേന്ദ്രിയാനുഭവം കൊണ്ടോ എനിക്ക് കിട്ടുന്ന ഈ മുതവാത്തിറായ വൃത്താന്തം കൊണ്ടോ അതല്ലെങ്കിൽ എന്റെ ശരിയായ ബുദ്ധി കൊണ്ടോ കണ്ടെത്തപ്പെടുന്ന ആശയങ്ങളാണ് ദൃഢമായ വിശ്വാസ സംഹിതകൾ. ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതകളൊക്കെ ഈ നിലക്ക് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഖബറിൽ ശിക്ഷ ഉണ്ടാകുന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു വിശ്വാസമാണ്. അത് പല ഖബർ വാഹിദുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷെ ഈ പല ഖബർ വാഹിദുകൾ ഓരോന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അവ ഓരോന്നിനെ പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് ദൃഢജ്ഞാനം ലഭിക്കുന്നില്ലെങ്കിലും പക്ഷേ അവയുടെ മുഴുവൻ റിപ്പോർട്ടുകളുടെയും സംയുക്തമായ സമ്മേളനം
എല്ലാം കൂടി ഒന്നിച്ചണിനിരക്കുമ്പോൾ ആശയപരമായിട്ട് അത് മുത്തവാത്തിറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുത്തവാത്തിർ എന്ന് പറയുമ്പോൾ ലഫ്ള് തന്നെ നബി പറഞ്ഞ ആ പദം തന്നെ മുത്തവാത്തിറായി വന്നിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ എന്നുള്ളത്. അല്ലെങ്കിൽ നബി പറഞ്ഞ ഓരോ പദവും അങ്ങനെ വന്നിട്ടില്ലെങ്കിലും നബി പറഞ്ഞ പല പദാവലികൾ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്ക് എന്താക്കാൻ കഴിയും? അതിൽ നിന്ന് ദൃഢജ്ഞാനം. അങ്ങനെ ഈ ഇത് ഇങ്ങനെയുള്ള ദൃഢത കൈവരുത്തുന്ന മാർഗങ്ങളിലൂടെ അല്ലാതെ ഇസ്ലാമിന്റെ അഖീദകൾ സ്ഥിരപ്പെടുകയില്ല എന്നാണ് ജുംഹൂറും പറയുന്നത്. അതാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്, ഖബറുൽ വാഹിദ് യൂജിബുൽ അമല വഗലബത്തുൽ ളന്നി ദൂനൽ ഖത്ഇ ഫീ ഖൗലിൽ ജുംഹൂർ. ബഹുഭൂരിപക്ഷവും അതാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വഅനിൽ ഇമാമി അഹ്മദ, ഇമാം അഹ്മദിന്റെ തൊട്ടൊരു റിപ്പോർട്ട് ഉണ്ട്, മാ യദുല്ലു അലാ അന്നഹു ഖദ് യുഫീദുൽ ഖത്അ, ചിലപ്പോൾ ഖബർ വാഹിദുകൾ ദൃഢജ്ഞാനം നൽകുമെന്ന് ചിലപ്പോൾ. അതാണ് ഇമാം അഹ്മദ് തങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ ചിലപ്പോൾ എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ്? ഖബർ വാഹിദായിട്ട് ഇപ്പൊ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഈ ഹദീസിനെ ഇസ്ലാമിക ലോകം ഒന്നടങ്കം അങ്ങ് അംഗീകരിച്ചു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഖത്അ ഉണ്ടാകും, അതുകൊണ്ട് ദൃഢജ്ഞാനമുണ്ടാകും. അങ്ങനെ അത് തികച്ചും സാഹചര്യപരമായ ഒരു കാരണങ്ങളെ കൊണ്ട് ദൃഢജ്ഞാനമുണ്ടാകുമെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള ആളുകൾക്ക്, അങ്ങനെ ന്യൂനപക്ഷം വരുന്ന ചില ആളുകൾക്ക് മാത്രമേ അഭിപ്രായമുള്ളൂ. ബഹുഭൂരിപക്ഷം ഇസ്ലാമിക പണ്ഡിത ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ദൃഢജ്ഞാനം നൽകുന്നില്ല. അതുകൊണ്ട് അഖായിദുകൾ അതുകൊണ്ട് സ്ഥിരീകരിക്കുവാൻ അവ ഉതകുന്നതല്ല എന്ന വാദക്കാരാണ്. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതാണ് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞത്, അതുതന്നെയാണ് ഇബ്നു തൈമിയ്യ ബഹുഭൂരിപക്ഷം ജുംഹൂറുൽ ഉലമാഇനെ തൊട്ടും ഉദ്ധരിച്ചത്. അതേസമയത്ത് കേരളത്തിലുള്ള 2010 ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന മുജാഹിദ് സംവാദങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ പറയുന്ന ബുഖാരി ഇമാമിന്റെ വാദം പറയുന്നവർ, ഷാഫി ഇമാമിന്റെ അഭിപ്രായം പറയുന്നവര്, അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെ തൊട്ടും ഉദ്ധരിച്ച അഭിപ്രായം പറയുന്നവര്, ഈ അഭിപ്രായം പറയുന്നവരൊക്കെ പിഴച്ച സമസ്തക്കാരാണ്. അതാണ് ഇപ്പൊ നന്ദിയിൽ നമ്മൾ കേട്ടത്. പിഴച്ച ഇൽമുൽ കലാമിന്റെ ആൾക്കാരാണ്, അതാണ് കേട്ടത്. പിഴച്ച അശ്ശരികളാണ്, അതാണ് കേട്ടത്. പിഴച്ച മുഅ്തസിലിയാക്കളാണ്, അതാണ് കേട്ടത്. ഇങ്ങനെ തങ്ങൾക്ക് വകതിരിവില്ലാത്തതിന്റെ പേരിൽ, തങ്ങൾക്ക് വിവരമില്ലാത്തതിന്റെ പേരിൽ, പണ്ഡിത ലോകത്തിന്റെ ചർച്ചകളെ സംബന്ധിച്ചും ചർവണങ്ങളെ സംബന്ധിച്ചും ആഴത്തിൽ പഠിക്കുവാനുള്ള ക്വാളിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും വാഗ്വാദങ്ങളും ഖണ്ഡനങ്ങളും മുജാഹിദ് വൽക്കരിക്കപ്പെട്ട ഏതാനും ആളുകളെ കൊണ്ടെത്തിക്കുന്നത് എവിടേക്കാണ്? ഇവിടെ തമ്മിൽ തല്ലി എവിടെ ചെന്ന് അവസാനിക്കും? ഈ തമ്മിൽ തല്ലിൽ എവിടെ ചെന്ന് അവസാനിക്കും? ഇതെന്റെ ശ്രോതാക്കൾ, എന്റെ മുസ്ലിമീങ്ങളായ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഇസ്ലാമിനോട് താല്പര്യമുള്ള സുഹൃത്തുക്കൾ, ഇസ്ലാമിന്റെ പഠനങ്ങളെ സംബന്ധിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ, എല്ലാവരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു ബോധം, വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇസ്ലാമിക വിശ്വാസ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിന്റെ അഖായിദുകൾ എന്ന് പറഞ്ഞാൽ ഉസൂലുദ്ദീനെ പറ്റിയാണ് അഖായിദുകൾ എന്ന് പറയുന്നത്. ഉസൂലുദ്ദീൻ എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരേക്കുമുള്ള മുസ്ലിമീങ്ങളുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ചാണ് അഖായിദുകൾ എന്ന് പറയുന്നത്. കർമ്മവും അഖായിദും തമ്മിൽ വ്യത്യാസമുണ്ട്. കർമ്മം എന്ന് പറയുന്നത് അനുമാനങ്ങളാണ്, അനുമാനങ്ങളാൽ ഉരുവപ്പെടുന്ന ആശയങ്ങളാണ്. കർമ്മങ്ങളിൽ ചിലപ്പോൾ ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആണും പെണ്ണും തമ്മിൽ കർമ്മത്തിൽ വ്യത്യാസമുണ്ട്. ആണുങ്ങൾക്ക് പള്ളി പോക്ക് നിർബന്ധമാണ്, ജുമാക്ക് ജമാഅത്ത് നടത്തൽ നിർബന്ധമാണ്, പെണ്ണുങ്ങൾക്ക് നിർബന്ധമല്ല. ആണുങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ എപ്പോഴും 5 വക്ത് നിസ്കാരം നിർബന്ധമാണ്. പക്ഷേ പെണ്ണുങ്ങൾക്ക് എന്തില്ല, പലപ്പോഴും നിർബന്ധമില്ല, ഹറാമാണ്. ഈസാ നബി അലി ഇസ്ലാമിന്റെ കാലത്തുള്ള കർമ്മപരമായ കാര്യങ്ങളല്ല മൂസാ നബിയുടെ കാലത്തുണ്ടായിരുന്നത്. ആദം അലി ഇസ്ലാമിന്റെ കാലത്ത് പിന്നെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ വിവാഹബന്ധം നടന്നിരുന്നു. നമ്മുടെ ഉമ്മത്തിൽ അത് പാടില്ല. മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ശരീരത്തിൽ നജസായാൽ അവിടെ ചുരണ്ടിക്കളയണമെന്നായിരുന്നു നിയമം. നമ്മുടെ ഉമ്മത്തിലോ അത് കഴുകിക്കളയണമെന്നാണ് നിയമം. വസ്ത്രത്തിൽ നജസായാൽ അതിനെ കീറിക്കളയണമെന്നായിരുന്നു നിയമം. നമ്മുടെ ഉമ്മത്തിലോ അത് കഴുകിക്കളയണമെന്നാണ് നിയമം. ഇങ്ങനെ പല നിയമവ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിയമവ്യത്യാസങ്ങളിൽ അധിഷ്ഠിതമാണ് കർമ്മശാസ്ത്രം അല്ലെങ്കിൽ കർമ്മപരമായ കാര്യങ്ങൾ. മദ്ഹബുകൾ തമ്മിൽ കർമ്മപരമായ വീക്ഷണ വ്യത്യാസങ്ങളില്ലേ?
മദ്ഹബുകൾ തമ്മിൽ കർമ്മപരമായ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ജുമഅക്ക് 40 ആളുകൾ മിനിമം വേണമെന്നാണ്, ജുമഅക്ക് 40 ആളുകൾ മിനിമം വേണമെന്നാണ് എന്തുള്ളത്, ഷാഫി മദ്ഹബിലുള്ളത്. അതേസമയത്ത് ഹനഫി മദ്ഹബിൽ 40 വേണമെന്ന് നിർബന്ധമില്ല. അതേസമയത്ത് വേറെ ചില മദ്ഹബിൽ 80 ആളുകൾ വേണമെന്നാണ് മിനിമം. നൂർ ഫൈസ് കൈപ്പൊന്തിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. അതേസമയം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതേസമയത്ത് ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമാ നടത്താൻ പറ്റുമോ പറ്റൂലേ? 4 മദ്ഹബും അതിൽ ഒറ്റക്കെട്ടാണ്, ഇജ്മാ ആണ്. ഒരു മദ്ഹബിൽ ഒരു പള്ളിയിൽ ഒന്നിലധികം ജുമാ ഏത് സാഹചര്യത്തിലും പറ്റുമോ പറ്റൂലേ? പറ്റൂല എന്നുള്ളതിൽ 4 മദ്ഹബ് ഇജ്മാ. അതിലവിടെ ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ് എന്നുള്ള വ്യത്യാസമല്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ 18-ാം തീയതി നാദാപുരത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു പള്ളിയിൽ 2 ജുമാ നടത്തുന്ന മസലയെ സംബന്ധിച്ച് ഷാഫിഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള അനേകം ഇബാർത്തുകൾ വെച്ചിട്ട് അവിടെ ക്ലാസ് നടത്തുകയും അവസാനം 7 ചോദ്യങ്ങളാണ് തൊടുത്തുവിടുകയും ചെയ്തു. അന്നവിടെ ആ പരിസരത്ത് ആകെ നോട്ടീസ് ഒട്ടിച്ചിരുന്നു. എന്താ ഒട്ടിച്ചിരുന്നത്? നോട്ടീസ് ഒട്ടിച്ചിട്ട് അതിൽ പറഞ്ഞിരുന്നു, പിന്നെ അടുത്ത 25-ാം തീയതി ഞങ്ങൾ പറയുന്നുണ്ട് തവണ ജുമ അനുവദനീയം തന്നെ എന്നുള്ള വിഷയാവതരണമുണ്ട്, ആർക്കും വരാം, എന്തും ചോദിക്കാന്ന് പറഞ്ഞിട്ട്. 25-ാം തീയതി നമ്മളൊക്കെ കാത്തിരുന്നു. 25-ാം തീയതി പരിപാടി നടന്നില്ല, പരിപാടി നടക്കില്ല എന്നാണ് വിവരം കിട്ടിയത്. അപ്പൊ എന്തേന്ന് ചോദിച്ചു, 3 മറുപടിയാണ് കിട്ടിയത്. ഒന്ന്, ഇലക്ഷൻ പ്രമാണിച്ച് തവണ ജുമാന്റെ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു. ഇലക്ഷനും തവണ ജുമയും തമ്മിൽ എന്താ ബന്ധം? പ്രവർത്തകർക്ക് ഒഴിവില്ല, അതാണ് വേറൊരു മറുപടി പറഞ്ഞത്. വേറെ മറുപടി, ഹാള് കിട്ടിയിട്ടില്ല. തവണ ജുമാന്റെ ക്ലാസ് നടത്താൻ എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്ര കോളേജുകളുടെ ഓഡിറ്റോറിയങ്ങളുണ്ട്, ഈ കല്യാണ മണ്ഡപങ്ങൾ തന്നെ വേണമെന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള മറുപടികളാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ പാവങ്ങളല്ലേ, ഇനിയിപ്പോൾ അവരെ നമ്മളെ ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് വല്ലാതെ വിമർശിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാള് എനിക്ക് കിട്ടിയ അവസരത്തിൽ പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. ആ വിഷയം ഇനി വല്ലാതെ അതൊരു വിവാദം കത്തിപ്പടർത്തണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ചുരുക്കത്തിൽ എന്റെ സഹോദരങ്ങളെ, ഖബർ വാഹിദ് എന്ന് പറയുന്ന ഒറ്റപ്പെട്ട ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ അവ കർമ്മപരമായ വിഷയങ്ങൾക്ക് പ്രമാണമാണ്, കർമ്മപരമായ വിഷയങ്ങൾക്ക് കുറ്റമറ്റതാണ്. ഇതിൽ ഇസ്ലാമിക ലോകം ഐക്യകണ്ഠേന അഭിപ്രായപ്പെട്ടതാണ്. അതേസമയത്ത് അഖായിദുകൾ എന്ന് പറയുന്ന മൗലിക തത്വങ്ങൾക്ക് അവ പ്രമാണങ്ങളല്ല. ഇനി ഖബർ വാഹിദുകൾ മുസ്ലിം ലോകം ഒന്നിച്ച് അത് അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം അത് ദൃഢജ്ഞാനം പകർന്നു നൽകുമെന്നൊരു അഭിപ്രായം ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമാണ്, ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായമല്ല. ഇതാണ് ഇവിഷയകമായിട്ട് ഇസ്ലാമിക പണ്ഡിത ലോകത്തിന്റെ നിലപാട്. അതേസമയത്ത് നന്ദിയിൽ നടന്ന 2 സംവാദങ്ങളിലും മറ്റു എഴുത്തുകുത്തുകളിലും 2 വിഭാഗത്തിന്റെയും മാസികകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വാഗ്വാദങ്ങളിലും മുൻകാലത്ത് അവർ 2002 പിളർപ്പോടിനോടനുബന്ധിച്ച് ഇറക്കപ്പെട്ട മുജാഹിദുകളുടെ വിവിധ ഗ്രൂപ്പുകളുടെ സാഹിത്യങ്ങളിലും എല്ലാത്തിലും ഖബർ വാഹിദിനെ ചൊല്ലിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന തമ്മിൽ തല്ല്, ഈ തമ്മിൽ തല്ലും ഇസ്ലാമിക ലോകവും തമ്മിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിത ലോകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. വിഷയത്തിന്റെ ഗഹനതയും വിഷയത്തിന്റെ അവതരിപ്പിക്കുവാനുള്ള വിഷമവും കാരണത്താൽ ഒരുപക്ഷെ പല ആളുകൾക്കും പറയുന്ന വിഷയം എന്താണെന്ന് തഫ്സീലിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും മൊത്തത്തിൽ ഖബർ വാഹിദ് എന്ന വിഷയത്തിൽ തമ്മിൽ തച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളുടെ തമ്മിത്തല്ല് അത് തികച്ചും തെറ്റാണ്, അസ്ഥാനത്താണ് എന്നതെങ്കിലും സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണമെന്ന് മാത്രം മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നമ്മുടെ സുഹൃതങ്ങളുടെ ഏടിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. എനിക്ക് ഇത് അവതരിപ്പിക്കുവാൻ വേണ്ടി അവസരം തന്ന പ്രിയപ്പെട്ട KCR-ന്റെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം വളരെ ക്ഷമയോടുകൂടി കേട്ട, നേരിട്ടും റേഡിയോ വഴിയും കേട്ടതായ മുഴുവൻ എന്റെ സുഹൃത്തുക്കൾക്കും ഞാൻ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. 2-3 വെല്ലുവിളികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. മുജാഹിദ് പ്രവർത്തകർ അത് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരെ വെൽക്കം ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഹലോ 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 ഉസ്താദേ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കാമോ? ഹലോ ഹലോ,
കേൾക്കാം. അല്ല, ഇപ്പൊ ഇവിടെ 2-3 ചോദ്യങ്ങൾ എനിക്കിപ്പോ എന്റെ സംശയങ്ങൾ, ഇപ്പൊ താങ്കളുടെ ഭാഷണം മൊത്തം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2-3 സംശയങ്ങൾ വളരെ ഗൗരവമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ ഈ ഹദീസും ഖുറാനും വെച്ച് നോക്കുമ്പോൾ ഒന്നാം പ്രമാണമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് ഖുറാൻ തന്നെയാണ്. അതിനകത്ത് ആർക്കും സംശയമുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോ ഈ നബി തിരുമേനിക്ക് സിഹർ ബാധിച്ചു അല്ലെങ്കിൽ ബുദ്ധിഭ്രമം സംഭവിച്ചിരുന്നു എന്നുള്ള രൂപത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ പല കോണിൽ നിന്നും വരുന്നു. പക്ഷേ ഖുറാനിൽ കൃത്യമായും പറയുന്നു, അള്ളാഹയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എന്താ പറയുക ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഇത് ബാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഒന്നാം പ്രമാണത്തിലുണ്ട ലംഘനമായല്ലേ ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നൊരു സംശയം. രണ്ടാമത്തെ വേറൊരു സംശയം, അതെ അടിമ. രണ്ടാമത്തെ മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ അജുവാക്കാരയ്ക്കയെ കുറിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അജുവാക്കാരയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ സിഹർ ബാധിക്കില്ല. അതെ, പെട്ടെന്ന് പറയാം, കാരണം കുറെ നേരമായിട്ട് കാത്തിരിക്കല്ലേ സുഹൃത്തെ, ഒന്ന് സമയം ഒന്ന് കേൾക്കൂ. ഈ അജുവാക്കാരയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ സിഹർ ബാധിക്കില്ല, വിഷം തീണ്ടില്ല എന്നൊക്കെ ഉള്ള എന്താ പറയുക ഹദീസുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഖുറാനിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഹദീസുകളിൽ പറയുന്ന ഒരു കാര്യം ഒരിക്കലും ശാസ്ത്ര വിരോധമാകാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് വസ്തുതയ്ക്ക് എതിരാകാൻ സാധ്യമില്ലാത്തതാണ് അല്ലെങ്കിൽ പാടില്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വെല്ലുവിളി തിരിച്ചു നടത്തുന്നു. ഇപ്പം പൊട്ടാഷ്യം സയനൈഡ് പോലുള്ള വിഷം ഈ അജുവക്കാരയ്ക്ക് 1 കിലോയോ 1/2 കിലോയോ എത്ര വേണമെങ്കിലും കഴിച്ചിട്ട് പൊട്ടാഷ്യം സയനൈഡ് പോലുള്ള ഒരു വിഷം കഴിക്കാൻ ആർക്കെങ്കിലും മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായ ഹദീസ് തന്നെയാണ് എന്നുള്ള ഒരു യുക്തിവാദമാണ്. അത് നിങ്ങളിപ്പോ ഈ രൂപത്തിലുള്ള വാദങ്ങളല്ലല്ലോ ഇവിടുത്തെ ഇത് ഉള്ളടി വാദം പോലുള്ളൊരു വാദം മാത്രം, അത് വിട്ടുള്ള അങ്ങനെയുള്ള കാര്യമല്ല. ഇവിടെ യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണിത്. കാരണം അങ്ങനെയാണെങ്കിൽ പൊട്ടാഷ്യം സയനൈഡ് കഴിച്ചാലും ആൾ മരിക്കാൻ പാടില്ല, അതിനു മുമ്പ് ഹജുവാക്കാരിക്ക് കഴിക്കുകയാണെങ്കിൽ. അപ്പൊ അത് ആ ഹദീസിനെ എത്രത്തോളം ന്യായീകരിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. ഞാൻ പിന്നെ കുറച്ച് സംശയങ്ങളുണ്ട്, ഞാനിപ്പോ എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കുന്നില്ല. മൈക്ക് ഫ്രീ. മുരളി സാറിന്റെ ആ പരാമർശത്തില് ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. പ്രമാണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ പ്രമാണം ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഇതിൽ ഖുർആനും ഹദീസും ഒരേ സ്ഥാനത്തു തന്നെയാണ്. പ്രായോഗികതയിൽ ഒരേ സ്ഥാനത്താണ്. സ്ഥാനത്തിൽ 2, 1, 2 എന്നിങ്ങനെ പറയാമെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഇപ്പോൾ ഹദീസിലൊരു സംഭവം കണ്ടു, ആ സംഭവം വെച്ച് നമ്മൾ അമല് ചെയ്യും. അത് ഖുർആനിൽ ഇല്ലെങ്കിലേ ആ ഹദീസ് നോക്കേണ്ടതുള്ളൂ, 2ാം സ്ഥാനത്ത് വെച്ചതാണ് എന്നിങ്ങനെ ഒരു ശൈലി ഇല്ല. അത് നിങ്ങൾ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഖുർആനിൽ പറഞ്ഞതുകൊണ്ടും നമ്മൾ ഖുർആൻ പറയുന്നതും പ്രവർത്തനക്ഷമമാണ്, ഹദീസിൽ പറയുന്നതും പ്രവർത്തനക്ഷമമാണ്. ഒന്നാമത്തത്, രണ്ടാമത്തത് എന്നുള്ള ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്നിങ്ങനെയുള്ള ഒരു തർത്തീബ്, ഒരു ക്രമം ആ വിഷയത്തിലില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന അതേ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൂടുതൽ പരീക്ഷണങ്ങളും കൊടുക്കും. മാനുഷികമായ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് സംഭവിക്കുന്നത് ഒരിക്കലും ഖുർആനിന്റെ ഒരു ആയത്തിനോട് എതിരല്ല. ഖുർആന്റെ ഏതെങ്കിലും ഒരു ആയത്തിനോട് മാനുഷികമായ പ്രയാസങ്ങൾ, മനുഷ്യന്മാർക്ക് പൊതുവിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സംഭവിക്കുന്നത് ഇഷ്ടദാസന്മാർക്ക് സംഭവിക്കാൻ പാടില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആന്റെ ഒരൊറ്റ ആയത്തിലും ഇഷ്ടദാസന്മാർക്ക് പൊതുവെ മനുഷ്യന്മാർക്കുണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ ശല്യങ്ങൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഖുർആനോട് അത് എതിരുണ്ട് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. ഖുർആനെതിരെ റസൂല പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഖുർആൻ ഇല്ലല്ലോ. അപ്പൊ അതങ്ങനല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വൈദ്യശാസ്ത്രപരമായി, രണ്ടാമതായിട്ട് നിങ്ങൾ പറഞ്ഞു ബുദ്ധിഭ്രമം സംഭവിച്ചു എന്ന്, അങ്ങനെ ഹദീസിൽ എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. നബി തങ്ങൾക്ക് ഒരു തോന്നൽ, വളരെ ഒരു എന്താ പറയാ, വളരെ ഒരു ഇങ്ങനെ തട്ടിയില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയല്ലോ. അതിന് എനിക്ക് വാക്കുകൾ പറയാൻ കിട്ടുന്നില്ല. ഇങ്ങനെ ഏറ്റില്ല എന്ന രൂപത്തിൽ ഇങ്ങനെ അടുത്തുകൂടി കടന്നുപോയി എന്ന രൂപത്തിൽ ഒരു സിഹിറിന്റെ ഒരു ഉപദ്രവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്.
അതിന്റെ പേരിലാണ് കുല്ലാദു റബ്ബിൽ ഫലക്കും കുല്ലാദു റബ്ബിന്നാസും ഇറക്കി കൊടുക്കണത് തന്നെ. ഖുർആനിലെ അവസാനത്തെ രണ്ട് അധ്യായങ്ങളാണ് കുൽ അഊദു റബ്ബിൽ ഫലക്കും കുല്ലാദു റബ്ബിന്നാസും. ഈ 2 അധ്യായങ്ങൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നതിന്റെ പശ്ചാത്തലം തന്നെ അതാണ്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവിച്ച ആ സിഹിർ ബാധ എന്ന് പറയുന്നത് ഖുർആനിന്റെ ഒരൊറ്റ ആയത്തിനോട് എതിരില്ല. ആരെ പറഞ്ഞത് ഖുർആന്റെ ആയത്തിനോട് എതിരാണെന്നുള്ളത്? അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കേരളത്തിലുള്ള വിഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ മടവൂരികളാണ്. മടവൂരികൾ എന്ന് പറയുന്ന ആളുകളാണ്. മടവൂരികളിൽപ്പെട്ട നസാഫ് സാഹിബ് ഇപ്പോ ആ വാദമൊക്കെ പിൻവലിച്ചുകൊണ്ട് ഇപ്പൊ അയാൾ മറ്റേ ഗ്രൂപ്പിലേക്ക് പോയിട്ടുണ്ട്. അയാൾ ആയിരുന്നു ഇതുവരെ ഇസ്ലാഹി ക്ലാസ് റൂമിലെ സ്റ്റാറായിട്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹമായിരുന്നു. ഇപ്പൊ അയാള് മറ്റേ വിഭാഗത്തിലേക്ക്, അഥവാ നബി തങ്ങൾക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയിട്ടുണ്ട് എന്നുകൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അജുവ കാരക്ക എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രപരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് അത് അജുവ എന്ന് പറയുന്ന ആ കാരക്കക്ക് സിഹിറിനെ തടുക്കുവാനുള്ള കഴിവുണ്ട്. പക്ഷെ ആ സിഹിർ എന്ന് പറഞ്ഞ എല്ലാത്തരം സിഹിറുകളെയും തടുക്കുമോ? അജുവ കാരക്ക ഭക്ഷിച്ച ആളുകൾക്ക് സിഹിർ ബാധിക്കുകയില്ല. അത് എല്ലാ സിഹിറും ബാധിക്കുകയില്ല എന്നാണോ, അതോ ചില സിഹിറുകൾ ബാധിക്കുകയില്ല എന്നാണോ? അത് ആ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറപ്പ് തരുന്നു, മുരളി സാഹിബിന്റെ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ അജുവ കാരക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ഈ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഹിർ പറ്റൂല. നിങ്ങളെ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് പറയും, നിങ്ങൾ അജുവ കാരക്ക കഴിച്ചോളൂ കേട്ടോ. പക്ഷെ കാരക്ക അജുവയായിരിക്കണം. അജുവ എന്ന് പറയുന്നത് മദീനയിലുള്ള ഒരു പ്രത്യേക ഇനം കാരക്കയാണ്. ആ കാരക്ക തന്നെ മാർക്കറ്റിൽ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ടാവും. ഇന്നിപ്പോ നമ്മൾ പറയുന്നത് എന്താ അറിയോ? ഇപ്പൊ നമ്മളിപ്പോ ആയുർവേദത്തിന് നിർദ്ദേശിക്കപ്പെട്ട പല മരുന്നുകൾക്കും അത്ഭുതകരമായ പല ശമനങ്ങളുണ്ട്. പക്ഷേ ഇന്നിപ്പോ ആ മരുന്നുകൾക്കൊന്നും ഒരു ശമനം കാണുന്നില്ല. അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലേ, അതിന് കാരണം മറ്റൊന്നുമല്ല, ഒന്നൊരിക്കൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലുള്ള കൃത്രിമത്വങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മറ്റു ഘടനാപരമായ മാറ്റങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾക്ക് നിർദ്ദേശിക്കപ്പെട്ട മരുന്നുകളുടെ ഗുണനിലവാരമില്ലായ്മകൾ, ഇത്യാദി കാരണങ്ങളെ കൊണ്ടൊക്കെ ഫലിക്കാതിരിക്കാറുണ്ട്. അത് ഏത് മരുന്നുകൾക്കുള്ളതാണ്. അപ്പൊ ആ മരുന്നുകൾക്കുള്ള ആ ഇത് വെച്ചുകൊണ്ട് ഇനി അജുവാകാരക്ക് സിഹിർ, ഏതെങ്കിലും ഒരാൾ അജുവാകാരക്ക, ഈ നിബന്ധനകളൊന്നും വൈദ്യശാസ്ത്രപരമായിട്ട് ചില മരുന്നുകൾക്ക് അതിന്റെ സാഹചര്യപരവും അതുപോലെ തന്നെ നിർമ്മാണപരവും പരിസരപരവുമായ ഒരുപാട് ശുറൂത്തുകൾ അഥവാ കണ്ടീഷൻസുകൾ പാലിക്കേണ്ടി വരും. അജുവാകാരക്കയെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, കൗനുൽ അജുവത്തി തൻഫഉ മിന സുമ്മി വസ്സിഹ്രി, വിഷം അതുപോലെ തന്നെ സിഹർ, ഇവയെ തൊട്ട് അജുവ കാരക്ക ഫലപ്രദമാകും എന്നുള്ളത് ഇന്നമാഹു ബി ബറക്കത്തി ദഅവത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി തംരിൽ മദീന, മദീനയിലുള്ള കാരക്ക അതിനെ കൊണ്ട് ഫലം ചെയ്യിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണത്. ലാലി ഹാസിയത്തിൻ ഫി തംരി, കാരക്കയിലുള്ള എന്തെങ്കിലും രാസഘടനയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത് വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചക വൈദ്യങ്ങളുടെ ഫലങ്ങൾ അത് ഫലിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് പ്രവാചകനിൽ 100% വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങൾ അജുവാക്കാരൊക്കെ കഴിച്ചോളൂ, ഇൻഷാ അല്ലാഹ് ഒരു പൊട്ടാസ്യം നിങ്ങൾ ഏൽക്കുകയില്ല, ഞാൻ വാക്ക് തരുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാളെ കുറച്ച് അജുവാക്കാരൊക്കെ, അത് ഞാനീ പറഞ്ഞ യഥാർത്ഥ അജുവയാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ പിന്നെ പൊട്ടാസ്യം കഴിച്ചോളൂ. അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾക്ക് വിഷം ഏൽക്കുന്നുണ്ടോ അല്ലേ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ ബുശ്റാക്കുമുൽ യൗം, ഇന്ന് അൽഹംദുലില്ലാ കൃത്യസമയത്ത് നമുക്ക് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമയം 11 മണി എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ വൈകിട്ടുണ്ടാവുള്ളൂ. അധികം വൈകാതെ തന്നെ ഇന്ന് സാധാരണ ഉള്ളതിനേക്കാളും കൃത്യമായ സമയത്ത് ഇന്ന് അൽഹംദുലില്ലാ തുടങ്ങാൻ സാധിച്ചു. ഇപ്പോൾ അത് അവസാനിക്കാൻ ഇപ്പൊ കുറച്ച് വൈകിട്ടുണ്ട്, സാരില്ല, വളരെ ഒരു 20 മിനിറ്റ് വൈകിട്ടുണ്ട്. ഇപ്പോ
ഇന്ത്യൻ സമയം 12:30 അവസാനിപ്പിക്കേണ്ടതുമാണ്. അതാണ് എന്റെ നിയമമെങ്കിലും വളരെ വളരെ പ്രധാനപ്പെട്ട വളരെ ഗഹനമേറിയ ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ച ചെയ്തത്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ റൂമിലൊക്കെ ഒന്ന് പരതുകയായിരുന്നു ആരൊക്കെയാണ് ഉള്ളത് എന്ന്. മുജാഹിദ് വിഭാഗത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ സമ്മേളിച്ചിരുന്നു. നമുക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. മുജാഹിദ് ഞങ്ങൾ സാധാരണ മറ്റുള്ള റൂമിലൊക്കെ ഉള്ളേ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഈ പറഞ്ഞത് മനസ്സിലാകുന്ന കൂട്ടരുണ്ടല്ലോ, ഈ പറഞ്ഞത് കുറച്ചൊക്കെ മനസ്സിലാകുന്ന കൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ആ റൂമിൽ താഴങ്ങയെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആരും എന്താണാവോ അത് ചോദ്യം ചോദിക്കാനുള്ള ആരും കൈ ഉയർത്തുകയും ചെയ്തിട്ടില്ല. അതെന്താ അത് കാരണം നമുക്ക് മനസ്സിലാകുന്നില്ല. ചോദ്യം ചോദിക്കാൻ പൂർണ്ണമായ അവസരം ഉണ്ടായിരുന്നു. വളരെ ഗഹനമായ ഒരു വിഷയമാണ്. ഖബർ മുതവാത്തിറും ഖബർ ആഹാദും ഒക്കെ ഇവിടെ വളരെ സവിസ്തരമായി ഇവിടെ ചർച്ച ചെയ്തു. അഖീദാപരമായ വിഷയങ്ങളെ ഏത് രീതി സമീപിക്കണം, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളെ എങ്ങനെ സമീപിക്കണം, അല്ലെ, അതുപോലെ തന്നെ ഫളായികൾ പറയുക, അത് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വളരെ സവിസ്തരമായി പ്രതിപാദിക്കപ്പെട്ട ഒരു വളരെ ഗഹനമേറിയ ഒരു ക്ലാസ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് പുറമെ സാലിബ കുല്ലിയും തന്നെ അല്ലെ, സാലിബ കുല്ലിയ അതും തന്നെ ഒന്ന് വളരെ രസകരമായ രീതിയിൽ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. ഏതായാലും ശരി, എനിക്ക് തോന്നുകയാണ് ഈ വിഷയം ഇത് വളരെ ഗഹനമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അധികം ആളുകൾ എന്താ ചോദിക്കാതിരിക്കാനുള്ള കാരണം എന്നറിയില്ല. ഇനിയും നമുക്ക് ഇത്ര ക്ലാസ്സുകൾ ഇനിയും കൊണ്ടുപോകാവുന്നതാണ്. ബുഷറാക്കുമൂല്യവും 1-2 ദിവസം കൊണ്ട് നിൽക്കുന്നതല്ല. ബുഷറാക്കുമൂല്യവും ഇൻഷാ അള്ളാഹ് അത് തുടർച്ചയായി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു. വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. MT ദാരിമിയെ പോലെയുള്ള, ഗഫൂർ അൻവരിയെ പോലെയുള്ള, സലാം ബാക്കബി, ജലീൽ ദാരിമി പോലെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ, സൽമാൻ അസ്ഹരി പോലെ പല ആളുകളും ഇൻഷാ അള്ളാഹ് ഈ പരിപാടിയിലൊക്കെ സംബന്ധിക്കും. ഇനിയും കുറെ ആളുകൾ, ശംസുദ്ദീൻ ഫൈലിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, TH ദാരിമിയുടെ ക്ലാസ് ഒന്ന് മാത്രമാണ് കഴിഞ്ഞത്. അതുപോലെ തന്നെ റിയാഉദ്ദീൻ ഫൈലി, അതുപോലെ തന്നെ അരീക്കുട്ടി ഹുദവി, അബ്ദുൽ ബാരി ഹുദവി, പിന്നെ അതുപോലെ തന്നെ അബ്ദുൽ മജീദ് ഹുദവിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു. ഇനിയും വളരെ പുതുമുഖങ്ങളെ ഇനി കൊണ്ടുവരാനുണ്ട് ഇൻഷാ അള്ളാഹ്. വളരെ പഠനാർഹമായ ക്ലാസ്സുകളായിരിക്കും, വളരെ ഗഹനമേറിയ വിഷയങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും ബുശ്റാക്കുൽ യൗമിൽ ഉണ്ടാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട MT ദാരിമി, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിൻ കൂടിയാണ്. MT ദാരിമി ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് തിളങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അഭിമാനമാണുള്ളത്, വല്ലാത്തൊരു അഭിമാനമാണുള്ളത്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു അഡ്മിൻ ആയ ഒരാള് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംവാദങ്ങൾ നടത്തുകയും അടക്ക വിജയക്കൊടി പാറിപ്പിക്കുകയും, ഇന്നിപ്പോ ഒരു സംവാദം നടന്നല്ലേ, അയാൾ ആകെ അടങ്ങറായിട്ട് ആ പൊന്മള വേണ്ടാത്തത് പറഞ്ഞത് കാരണമേ, ആ പൊന്മളയെ സപ്പോർട്ട് ചെയ്തത് കാരണം ആ സപ്പോർട്ട് ചെയ്ത ആളുകളും കിടന്ന് ഉരുളുന്ന ഒരു ദയനീയമായ അവസ്ഥക്ക് നമുക്ക് കാണുകയുണ്ടായി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, MT ദാരിമിയൊക്കെ ഇങ്ങനെ സംവാദമൊക്കെ നടത്തുന്ന സമയത്ത് അതിങ്ങനെ തിളങ്ങുമ്പോൾ അത് പിന്നെ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു അഡ്മിൻ കൂടിയാണ്, അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയാണല്ലോ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ തന്നെ കുറെ മുഖാമുഖങ്ങളും കുറെ സംവാദങ്ങളൊക്കെ നടത്തുകയും അതിലൊക്കെ നമുക്ക് വമ്പിച്ച ഒരു സന്ദേശം മറ്റുള്ള ആളുകൾക്ക് കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് MTയെ പോലെയുള്ള നമ്മുടെ ഉസ്താദുമാരുടെ, നമ്മുടെ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാണ്. ക്ലാസ് റൂമിൽ സംബന്ധിച്ചതിന്റെ പേരിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ബുശ്റാക്കും യൗമിന്റെ സമാപനം എന്ന നിലക്ക് ആ ഗാനം ഇവിടെ പ്ലേ ചെയ്യാൻ വേണ്ടി അതിന്റെ ആളുകളെ ക്ഷണിക്കുന്നു. ആരെങ്കിലും റെസൈൻ ചെയ്യണം. അതിനുശേഷം ഇൻഷാ അള്ളാഹ് നമ്മുടെ വ്യാജമുടി ഒരു സമ്പൂർണ്ണ പോസ്റ്റ്മോർട്ടം ഭാഗം 3 ആണ് ഇന്ന്. വ്യാജമുടി ഒരു സമ്പൂർണ്ണ പോസ്റ്റ്മോർട്ടം ഭാഗം 3 നേതൃത്വം നൽകുന്നത് ജിസാൻ മാഹി തന്നെ. ഇൻഷാ അള്ളാഹ് അതിലേക്ക് എല്ലാവരും നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കണം എന്നുകൂടി അറിയിക്കുകയാണ്. ആദ്യമായി ആ ഗാനം ഇവിടെ പ്ലേ ചെയ്തുകൊണ്ട് ഈ പരിപാടിയോട് അവസാനിപ്പിക്കും. അതിനുശേഷം ഇൻഷാ അള്ളാഹ് ജിസാൻ മാഹി മൈക്കിലേക്ക് വരും. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.